नरसिंह जय जय प्रह्लादेश जय पद्ममुख मुखपद्म भृंगा भत्युग्मनास नरसिंह भगवान की जय। बच्चपलान महाराज की जय। गुरुदेव महाराज की जय। शिल प्रभात की जय। कर प्रमाण दे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. സതി മാതാജി, വെൽക്കം ബാക്ക്. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. हरे कृष्णा कृष्ण कुमारी माता जी. हरे कृष्णा सुचना माता जी. हरे कृष्ണ സബിത മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അംഗസംഖ്യ ഇങ്ങനെ കുറഞ്ഞു പോയ പ്രഭു, 4-5 പേരല്ലേ ഉള്ളൂ. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാജി. ഭഗവാന്റെ ഭൗതിക എനർജി ഭയങ്കര ശക്തിവത്താണ്. അവരിങ്ങനെ പുള്ളി ചെയ്തോണ്ടിരിക്കുക, ആൾക്കാരെ വലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആക്റ്റീവായിട്ട് രതിദേവി മാതാജിയും പിന്നെ ജ്ഞാനംബിക മാതാജിക്കും ഉണ്ടായിരുന്നു. അവരാണ് കാര്യം വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്നത്. ബാക്കി ഞാൻ ഇരുട്ടത്ത് നോക്കി എടുക്കേണ്ടി വരും. കാര്യം എന്താ, എനിക്ക് 3-4 ദിവസമായിട്ട് അതെ അതെ. തലയ്ക്ക് നല്ല സുഖമില്ല. കഫവും ജലദോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ, ഇരിക്കുകയാണ്. ആ. ഇവിടെ ക്ലൈമറ്റ് ഒക്കെ മാറുക, ചൂട് കാലാവസ്ഥ തുടങ്ങുക. തണുപ്പായിരുന്നു ഇത്രയും നാളും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പൊടിക്കാറ്റും ഒക്കെ അടിച്ചു. തലവേദന കുറവില്ലയോ? തലവേദന ഇല്ല, കുറവില്ല. ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഉറക്കം ശരിയാകുന്നില്ല. അത് കാരണം നിങ്ങളെല്ലാരും ഇരുട്ടത്തിരിക്കുവാണെങ്കിൽ ഞാനും ഇരുന്ന് ഉറങ്ങും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് രതിദേവി മാതാജിക്കൊക്കെ എന്ത് പറ്റി പ്രഭു? അവരൊക്കെ എന്താ, ഞാൻ അമ്പി മാതാജിയൊക്കെ എന്ത് ചെയ്ത്? അറിയില്ല, അവരാരും മെസ്സേജ് ഇട്ടിട്ടില്ല. അതേ ഞാൻ അമ്മിയ മാതാജി കയറി. ഭയങ്കര ആയുസാട്ടാ. അതെയോ? പരീക്ഷയൊക്കെ ഈ ഭക്തി ഇല്ലല്ലോ, ഇതിന്റെ കണ്ടില്ല. പരീക്ഷയാന്ന് തോന്നുന്നു, എക്സാം ആന്ന് തോന്നുന്നു. അതിന് പഠിക്കുമായിരിക്കും ഇരുന്ന്. അതെ കേറി. ഇപ്പൊ എന്തായാലും കേറി ഞാൻ അംബിക മാതാജി. ഞാൻ അംബിക മാതാജി ആ, കണ്ടിന്യൂസ് ആണ്. ഞാൻ അംബിക പല മാതാജിക്ക് 100 വയസ്സ് ഇട്ടാ. ഞാൻ അംബിക മാതാജി ഇനിയൊരു 100 വയസ്സ് കൂടി വരെ ജീവിച്ചിരിക്കുവേ. ഇനിയൊരു 100 വയസ്സ് കൃഷ്ണ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ കണ്ടില്ലല്ലോ പറഞ്ഞു എന്ന്. വേണ്ട. മാതാജി കണ്ട, അതാണ് ആ ഡെഡിക്കേഷൻ ഇല്ല. ഒരു ക്ലാസ് കഴിഞ്ഞ മറ്റിലേക്ക് ചാടി കയറി. ഹരേ കൃഷ്ണ. മാതാജി ഇവര് പറഞ്ഞിരുന്നേ ഉള്ളൂ. മാതാജിയും കണ്ടില്ലല്ലോ. ആകെപ്പാടെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആകെപ്പാടെ 2-3 പേരാണ്. അപ്പം ഞാൻ അവരോട് ഇല്ലെങ്കിൽ ഞാനിരുന്ന് ആരെ നോക്കി ഞാൻ ക്ലാസ് എടുക്കും. കുറെ കറുത്ത രൂപങ്ങൾ ഇങ്ങനെ അത് കാണുന്നുണ്ട്. പ്രഭു ഞാൻ രണ്ടു നേരം ഇങ്ങനെ ഇങ്ങനെ ഏതാണ്ട് വരുവാ. എന്താന്നറിയില്ലത്. അതെയോ? എനിക്ക് അങ്ങനെ വന്ന് ഇങ്ങനെ മാറ്റി 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 വെച്ച് പിന്നെ നോക്കിയപ്പോ കിട്ടി. അതെ. എന്താ അറിയാൻ വയ്യ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. മായ, അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയുന്നത്, സത്സംഗത്തിൽ കയറാതിരിക്കുന്നവരെ മായ ഭയങ്കരമായിട്ട് പിടിക്കും. സ്ഥിരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പല തരത്തിൽ നമ്മളെ പിടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഒരു സുഖമില്ലെങ്കിലും ഞാനിന്ന് ഞാൻ പിന്നെ മനഃപൂർവ്വം ഞാൻ പിന്നെ കയറാന്ന് കയറാതിരിക്കത്തല്ല. വിചാരിക്കും. സമയം നേരെ ഓർത്തില്ലെങ്കിലേ പിന്നെ പ്രഭു എന്നോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കൂലേ, അതാണ് ഞാൻ കയറാത്തത്. കൃഷ്ണ, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചങ്ങകയാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അങ്ങനെ ചോദിച്ച് അങ്ങനെ ഒരു ഞാനെന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല പുറത്താക്കുന്നില്ലല്ലോ. കാര്യം അങ്ങനെയൊന്നും ഇല്ല. ചോദിച്ചാ എന്താണ് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ പറയാം. പറയും, പറയത്തില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് കണ്ടത് ഇത്ര നാൾ മുന്നേ ഞാൻ പുറത്തായി പോകേണ്ടത് ആ കണക്കിന്. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതീന്ദ്രിയ ജ്ഞാനം. 22 പ്രഭു ശ്ലോകം? നോക്കട്ടെ. ക്ലാസ് തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയില്ല. മാതാജി ഇങ്ങനെ വരാണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, മാതാജി വരുമോ ഇല്ലയോ എന്ന് നോക്കുമായിരുന്നു. ഞാൻ വരും, വരാതിരിക്കത്തില്ല. അല്ലെ നേരത്തെ പറയും വരത്തില്ലെന്ന്. മാതാജി മെസ്സേജ് ഒക്കെ അയച്ചാണ്. ചേച്ചി എന്നാ എക്സാം? എന്നാ എക്സാം തിങ്കളാഴ്ച. അത് ശരി, അതിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അതൊന്നും പഠിച്ച അറിയാവുന്നൊക്കെ എഴുതും. അത് ഹരേ കൃഷ്ണ. അവർക്ക് പോവണ്ടേ, 1-ാം തീയതി പോണം. അപ്പം ഹരേകൃഷ്ണ, നമ്മളുടെ കാൻഡിഡേറ്റ്സ് ഒക്കെ കയറാൻ തുടങ്ങി. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സും തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ശ്ലോകം
1, 22, 20 അങ്ങനെയാണോ അതോ 22 തൊട്ടാണോ? 21 പഠിപ്പിച്ചു കഴിഞ്ഞു, ഇനി 22. 22ആണല്ലേ, ശരി. ഉം. അപ്പം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം 22. എദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃതാ കൃത്വാപീന നിബധ്യതേ. എദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപീന നിബധ്യതേ. ഹരേ കൃഷ്ണ. സതി മാതാജി, സതി മാതാജി ഇല്ല, പോയി. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി, 22ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 22. യദൃച്ഛയാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമഃ സിദ്ധാവസിദ്ധൗ ച കൃത്വാ വിനനിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. എതിർച്ചാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമ സിദ്ധാവസിദ്ധൗ ച കൃത്വാപീന നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാ ബീന നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ ശിലപ്രഭാത്. എതിർശാലാഭ സന്തുഷ്ട, എതിർശ്യ ലഭിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനും, ദ്വന്ദ്വാതീത ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനും, വിമത്സരഹ അസൂയരഹിതനായി, സിദ്ധൗ വിജയത്തിലും, അസിദ്ധൗ ച പരാജയത്തിലും, സമനില ഉറപ്പിച്ചവൻ, കൃത്വ അഭി കർമ്മങ്ങൾ ചെയ്താലും നിബധ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. താനെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും, ദ്വന്ദ്വമുക്തനും, നിർമത്സരനും, ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയിൽ ബദ്ധനല്ല. ഹരേ കൃഷ്ണ. നമ്മളിപ്പം ഇത്രയും നാളും കർമ്മം, അകർമ്മം, വികർമ്മം അതിനെപ്പറ്റിയൊക്കെ ഉള്ള പല ശ്ലോകങ്ങള് ഭഗവാൻ തിരിച്ചും മറിച്ചും പറയാം. അതിനകത്ത് ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഒരു ശ്ലോകം നമ്മൾ പഠിച്ചാൽ അത് തന്നെയായിരിക്കും, അത് നേരെ ഇങ്ങനെ തിരിച്ചിട്ടായിരിക്കും അടുത്തതിനകത്ത് പറയുന്നത്. അടുത്തതിൻ്റെ അകത്ത് അതിങ്ങനെ ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തി അങ്ങനെ പറഞ്ഞ് അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളിപ്പോ ഇത്രയും 3-4 ശ്ലോകങ്ങൾ കണ്ടുകൊണ്ടിരുന്നതിലെ ഒരു സമ്മറി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായി നിയന്ത്രിച്ച് തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചിട്ട്, അതായത് നമ്മളൊക്കെ എപ്പോഴും ഞാൻ എന്ന് പറയല്ലോ, അത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ആണ് അല്ലെ, മറ്റൊരാൾക്കും ഇതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഉടമസ്ഥാവകാശം അത് നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറയാനായിട്ടുള്ള, വെറുതെ പുറമേ പറഞ്ഞിട്ട് വായ്ത്താൾ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്ന് പറഞ്ഞു നിന്നിട്ടില്ല, പുറമെ മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട് ഇതെല്ലാം ഭഗവാൻ എനിക്ക് തന്നാണെന്ന് വെറുതെ അവനടിച്ചിട്ടില്ല. ഹൃദയത്തിൽ നിന്ന് വരണത്. തീർച്ചയായിട്ടും ആ ഇതിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഇത് ഭഗവാനാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. ഇതെല്ലാം മുഴുവൻ ഭഗവാന്റെയാണ്, ഇതെല്ലാം തന്നത് ഭഗവാനാണ്. അത് എന്താണ്? ഞാൻ ഭഗവാന്റെ സേവകൻ മാത്രമാണ്. ആ സേവക മനോഭാവമായിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. അതിന് പകരം ഉടമസ്ഥാവകാശമാണെങ്കിൽ അതിന് നമുക്ക് പണി കിട്ടിയിരിക്കും. ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. അപ്പൊ നമുക്ക് ഒരു ജീവിതം മുന്നോട്ട് പോകാനായിട്ടാണെങ്കിൽ അത്യാവശ്യം ചില കർമ്മങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ അല്ലെ. നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടാതെ തലവെച്ച് കൊടുക്കാതിരിക്കുക. കാര്യം നമുക്ക് ക്ഷത്രിയ സ്വഭാവം രജോ ഗുണം വരുമ്പോഴാണല്ലോ നമുക്ക് വീരസാഹസ്യം കാണിക്കാനും ഒക്കെ നമ്മൾ പോകുന്നത് അല്ലെ. ഇതിനെയൊക്കെ പുറകെ. കാര്യം അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? നമ്മളൊരു പ്രശസ്തി, ഒരു ബാനർ, അല്ലെങ്കിൽ ഒരു സെൽഫി, അല്ലെങ്കിൽ കുറച്ചു പേരുടെ ലൈക്ക്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിലും പോയി ചാടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അത്യാവശ്യം കർമ്മങ്ങൾ നമുക്ക് ജീവിച്ചു കൂടാനുള്ളതൊക്കെ നമ്മൾ
ചെയ്തു പോകണം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ല, ആ ജോലി ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പൊ ജോലിക്ക് പോവുക. അതിപ്പോ ഒരാളെ കൊല്ലാനുള്ള ജോലിയാണെങ്കിൽ അത് നമ്മുടെ ജോലിയാണ്. ഇനി എന്റെ കുലത്തൊഴിൽ ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ജോലി കുലത്തൊഴില് മോഷണം, കൊലപാതകം, പിടിച്ചുപറി, വ്യഭിചാരം ഇതാണ് എങ്കിൽ ആ ഒരു രീതിയിലുള്ള കർമ്മത്തെ ഈ ഭഗവത്ഗീത അനുകൂലിക്കുന്നില്ല. അപ്പൊ ഈ തുച്ഛമായ കർമ്മങ്ങള് നമുക്ക് ജീവിതത്തിന് നമ്മുടെ ജീവിത സന്ധാനത്തിന് അതിനു വേണ്ടി ചെയ്തു പോകേണ്ടത് അത് നിയത കർമ്മം തന്നെ ആയിരിക്കണം. നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ. ഇപ്പൊ ഒരു പിതാവെന്ന രീതിയിൽ ഞാൻ വെറുതെ ഇരുന്നിട്ട് മക്കളൊക്കെ എവിടെയെങ്കിലും പോയി തെണ്ടി തിന്നോളാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊരു കർമ്മമാണ്. ഒരു അച്ഛനെ സംബന്ധിച്ചിട്ട് അത് പറ്റില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ചു കൊടുക്കണം അല്ലേ? ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങള് അത് ചെയ്തു കൊടുക്കണം. അതുപോലെ കുട്ടികൾക്ക് വേണ്ട അവരെ പഠിപ്പിക്കാനുള്ള ചെയ്യണം. നമ്മൾ ജോലിക്ക് പോകണം. അങ്ങനെ ഒരു പിതാവിന് വേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പം അതല്ലാതെ അതിലുപരി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ കൂടുതലായിട്ടും എല്ലാവരും ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, അങ്ങനെ അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരുന്നില്ല. അപ്പൊ ആവശ്യമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളുടെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ അകത്തെ പാപഫലങ്ങള് നമ്മള് എന്ത് ചെയ്യുന്ന ആ കർമ്മമൊക്കെ നമ്മൾ ഭഗവാനിന് വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിലാണ്, ഭഗവാനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കർമ്മഫലങ്ങള് കുറഞ്ഞു കിട്ടും എന്നുള്ളതൊരു പോയിന്റുമാണ്. നമ്മള് അനാവശ്യമായിട്ട് ചെയ്യേണ്ടതല്ലാത്ത അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് താനെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. അപ്പം നമുക്കൊക്കെ നമ്മളിങ്ങനെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാവുമല്ലോ, ഫലം തരുമല്ലോ അല്ലെ? നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഫലം കിട്ടുമോ? ഇല്ല. നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ പഠിക്കുവാണെന്നുള്ള നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി സ്ഥലത്തൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രമോഷൻ കിട്ടും. അതിന്റെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അർഹമായത് ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അത് വന്നു ചേർന്നുകൊണ്ടിരിക്കും അല്ലെ? അങ്ങനെയുള്ള നേട്ടങ്ങൾ താനേ വന്നു ചേരുന്ന, അതായത് നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട്, എന്റെ പ്രവർത്തികൾ കൊണ്ട് എന്റെ ബോസ് സംതൃപ്തനായാൽ ബോസ് എനിക്ക് എന്ത് വേണമെങ്കിലും തരും. ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തരും അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് ഭഗവാന് നമ്മുടെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ബോസാണ് ഭഗവാൻ അല്ലേ? അപ്പൊ ഞാൻ എന്റെ കമ്പനി ജോലി ചെയ്യുമ്പോൾ എന്റെ മാനേജർ എന്താണ് ഞാന് ഇങ്ങനെ, അതായത് നിസ്വാർത്ഥനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ അയാള് സംതൃപ്തനായി, ഓക്കെ ഇനി അടുത്ത ഇൻക്രിമെന്റ് വരുമ്പോൾ, പ്രൊമോഷൻ വരുമ്പോഴും ഇവനെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം, കാര്യം ഇവന് വളരെ നിസ്വാർത്ഥനായിട്ട് ജോലി ചെയ്യുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംതൃപ്തനാണ്. അപ്പൊ ആ കിട്ടുന്ന നേട്ടങ്ങള്, അപ്പൊ അതില് അപ്പം എനിക്കൊരു ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു 1000 രൂപ ഞാനിപ്പോ ചെയ്യുന്ന ജോലിയുടെയും പ്രവൃത്തിയുടെയും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഇത് മിനിമം ഒരു 1000 രൂപ ഇൻക്രിമെന്റ് കിട്ടണം എന്ന് വിചാരിച്ചു. എക്സാമ്പിൾ ആണ്. അപ്പൊ അവര് തന്നത് ഒരു 250 രൂപയാണ്. ഈ നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ കിടന്ന് രാവകമില്ലാതെ കഷ്ടപ്പെട്ടതെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഫലം മാറിപ്പോയി. അപ്പൊ എന്താണ്? നമ്മുടെ ആ താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനായിരിക്കണം. നമ്മള് തൃപ്തി ഉണ്ടായിരിക്കണം. നമുക്ക് അത് പോരാ 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 എന്നിങ്ങനെ വിചാരിച്ചു. നമുക്ക് അർഹമായത് നമുക്ക് കിട്ടി, നമുക്ക് അർഹമല്ലാത്ത ഒന്നും നമുക്ക് കിട്ടാറുമില്ല അല്ലേ? അതാണ് ഈ കർമ്മമീമാംസയുടെ ഒരു കാര്യം. നമുക്ക് അർഹമായത് കിട്ടും. നമ്മളുടെ പ്രവൃത്തിക്കുള്ള ഫലം നമുക്ക് കിട്ടി. ചിലപ്പോ ഇൻക്രിമെന്റ് ഒന്നും ഞാൻ എത്ര വർഷങ്ങളായിട്ട് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരേ പോസ്റ്റില് ഞാൻ 10-20 വർഷമായി ജോലി ചെയ്യുന്നു. ഒരേ പോസ്റ്റ്, ഒരു ഇൻക്രിമെന്റും ഇല്ല, ഒരു ഇതുമില്ലാതെ ഇങ്ങനെ പോകുന്നു ഒരേപോലെ.
പക്ഷെ നമ്മള് എന്താണ് അത് വെച്ചിട്ട് നമ്മള് എനിക്ക് ഇൻക്രിമെന്റ് കിട്ടിയില്ല, പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാതെ ഇരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി പൊളിറ്റിക്സ് ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ അങ്ങനെ ചെയ്ത കർമ്മത്തിനൊക്കെ നമുക്ക് വിപരീത ഫലം അനുഭവിക്കേണ്ടി വരും. അല്ലെ? നമ്മള് ആ ഒരു കമ്പനിയെ കൊടുക്കാൻ ശ്രമിച്ചു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെക്കുക, എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ പഴയ ആളല്ലേ എന്ന് വെച്ചിട്ട് കുറെ കാര്യങ്ങള് നമ്മള് അവരോട് പറയാതെ ഒളിപ്പിച്ച് ഹൈഡ് ചെയ്ത് വെച്ചു. അങ്ങനെ കമ്പനിക്കിട്ട് ഒരു പണി കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മള് പിന്നീട് അത് പ്രശ്നം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന അർഹമായിട്ട് വരുന്ന താനെ വന്നു ചേരുന്ന ആരാണ്? ഇല്ല, ഗുരുവായൂരപ്പാന്ന് ആണ്? വിളിച്ചതാ. അതെയാ? ഞാൻ ഓർത്ത് എന്താണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ സംതൃപ്തനായിരിക്കണം നമ്മൾ, പൂർണ്ണമായിട്ട് തൃപ്തി. ഇത്രയാണ് എന്റെ പ്രവൃത്തിക്ക് ഭഗവാൻ ഇത്രയാണ് സാക്ഷ്യം തന്നത്, അതുകൊണ്ട് ഞാൻ ഇതിന് പൂർണ്ണ തൃപ്തനാണ്. ഇനി ഭഗവാൻ എപ്പോ ഇച്ഛ ഉണ്ടാകുന്നു അപ്പൊ എനിക്ക് കൂട്ടിക്കിട്ടട്ടെ, ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. എനിക്കിതിൽ യാതൊരു അതൃപ്തിയില്ല. ഇത് എനിക്ക് അർഹപ്പെട്ടതാണ്, എനിക്കിപ്പൊ കിട്ടിയ ഈ നേട്ടം എന്ന് വിചാരിക്കുന്നത് ദ്വന്ദ്വമുക്തനും നിർമത്സരനും. എന്താണ് ദ്വന്ദ്വമുക്തൻ? ചുരുക്കം പറഞ്ഞ പ്രഭു, നമുക്ക് അർഹതപ്പെട്ടതൊക്കെയാ കിട്ടുന്നത്, അർഹതയില്ലാതെ കിട്ടത്തില്ല. എന്തുവാന്ന് ഇല്ല, പറഞ്ഞാലും അതിന് അർഹതപ്പെട്ടതൊക്കെയാണ് ദുഃഖിച്ചിട്ട് കിട്ടുന്നത്. അതിന് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ തെരുവിൽ സമാധാനം. കിടക്കുന്നവർക്ക് അതാണ്, തെരുവിൽ കിടക്കുന്നവർക്കും അതാണ് അവർക്ക് അർഹപ്പെട്ടത്. അവർ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ആ തെരുവാണ് വിധിച്ചിരുന്നത്. അതിന് പരാതി ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യം. കാര്യമില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് മണിമാളികയിൽ പിറക്കാനിടയായ ചിലർക്കൊക്കെ അത് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് അവിടെ ജനിക്കാനിടയായത്. അവർ ഒരുപാട് പുണ്യകർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ് അവർക്ക് മണിമാളിയെ 4-5 സേവകരുടെ അകമ്പടിയോടുകൂടി ജീവിക്കാനായിട്ട് ഇടയായത്. അവർ അത്രയും നല്ല ദാനങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ആ കർമ്മത്തിന് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കതറികളൊക്കെ 6-7 കാറ്, അത് ലെക്സസും മെർസിഡസും GMCയും ഒക്കെയുള്ള എന്താണ് 2 കോടി 3 കോടി രൂപ വിലയുള്ള കാറുകള്, അതിന് 4-5 കാറിന് അതിന് എല്ലാത്തിനും ഡ്രൈവർമാര്, പിന്നെ 3-4 ഭാര്യമാര് കാണും. അതുപോലെ തന്നെ ഈ ഓരോ ഭാര്യയ്ക്കും 2 ഗദാമന്മാര് കാണും, വേലക്കാരികള്. അവരിങ്ങനെ ഡ്രസ്സൊക്കെ വന്ന് വലിച്ചിങ്ങനെ എറിയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ 3-4 പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പ്രസവിച്ചിട്ടിട്ട് ഹോസ്പിറ്റലിൽ ഇട്ട് ഒരു പോരിശ അങ്ങ് എണീറ്റിട്ട് ഒരു പോരിശ പോരുന്നത്. അത് പിന്നെ ഈ കുട്ടികളെ നോക്കുന്ന ആയമാരുടെ കൈകളിലാണ്. അവരാണ് കുട്ടിയെ നോക്കുന്നതും കിടത്തി ഉറക്കുന്നതും പാല് കൊടുക്കുന്നതും. സ്ത്രീ ആ കുട്ടിയുടെ അമ്മ അതിനെ പ്രസവിച്ചിട്ട് അതിന്റെ വഴിക്ക് പോകുന്നു. അത് പിന്നീട് മേക്കപ്പും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും കറങ്ങി നടക്കും. അന്നത്തെ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അതിപ്പോ അത്ര സുഖലോലുപരായിട്ടാണ് അവരെല്ലാം കഴിയുന്നത്, അല്ലെ? അപ്പം ഒരാൾക്ക് 2-3 വേലക്കാരത്തികൾ വെച്ചിട്ടുണ്ട്. അത്രയും വലിയ അവർക്ക് സുഖലോലുപതയിലാണ് ഈശ്വര വിശ്വാസം വല്ലതും ഉണ്ടോ പ്രഭു അവർക്ക്? എവിടെ ഇങ്ങനെ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. പുറമേ അതിനകത്ത് കാണിക്കുകയുള്ളൂ, ഇത്താണി അല്ലാതെ ഉണ്ട്, ഇത്താണി പുറമേ ഉണ്ട്, കാണിക്കുകയുള്ളൂ. പിന്നില്ല, എനിക്ക് കൊടുക്കത്തില്ല, എനിക്ക് അപ്പൊ കൊടുക്കത്തില്ല. പിന്നെ ദ്വന്ദ്വമുക്തൻ എന്താണ് ദ്വന്ദ്വം? ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ അത് സുഖം ദുഃഖം ജയപരാജയങ്ങൾ, സുഖദുഃഖങ്ങൾ. ആ എല്ലാം ഒരുപോലെ കാണുന്നത്, എല്ലാം ഒരുപോലെ കാണുന്നത്. അപ്പൊ നമ്മള് ശരിക്കുള്ള ദ്വന്ദ്വം എന്ന് പറഞ്ഞു, ഞാൻ ഈ ശരീരമാണ്, ഞാന് ശരീരമല്ല ആത്മാവാണ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള വിചാരം. അല്ലെങ്കിൽ ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുക. പിന്നെ ജീവാത്മാവ് പരമാത്മാവ്, അതുപോലെ തന്നെ മനസ്സ് ബുദ്ധി, അതുപോലെ തന്നെ ജയം പരാജയം, ഉയർച്ച താഴ്ച, സമ്പത്ത് ആപത്ത്, പിന്നെ വേറെന്താണ്, സുഖ ദുഃഖങ്ങള്, ഇങ്ങനെ ഒരുപാട് ദ്വന്ദ്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ദ്വന്ദ്വങ്ങള്, അതായത് ഈ രണ്ട് അതായത് എപ്പോഴും ഈ രണ്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ഒരു കുന്നിനൊരു കുഴി ഉണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നമ്മൾ വീണു പോകാതിരിക്കുക. അപ്പൊ അതാണ് ദ്വന്ദ്വമുക്തനും നിർമത്സരനും. മറ്റൊരാളോട് നമ്മള് മത്സരിക്കാനോ ഒന്നിനും പോകാണ്ട് പാടില്ല. അതായത് ഒരാൾക്ക്
നമ്മളെക്കാളും കുറച്ച് കൂടുതൽ കഴിവുള്ള ആളുണ്ട്. നമ്മൾ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ജീവിതം. ചില മാതാപിതാക്കളുണ്ട് അല്ലെ, ഏതെങ്കിലും ഒരു കുട്ടി എൻട്രൻസിനെങ്ങാനും നമ്മുടെ കുട്ടിയുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻട്രൻസിനെങ്ങാനും അവർക്ക് ഇതെല്ലാം കിട്ടിയെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ കിട്ടിയെന്നുണ്ടെങ്കിൽ, പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് കാണിക്കുന്നത് അല്ലെ. അവിടെ ഇവിടെ ഓടി നടന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മുഴുവൻ ചേർക്കുന്നുള്ള ബുക്കുകൾ മുഴുവൻ മേടിച്ച് കുട്ടിയെ 24 hours ഇരുത്തി പഠിപ്പിക്കുന്നു, പല പല ട്യൂട്ടർമാരെ ആക്കുന്നു, എന്തൊക്കെ കാട്ടായങ്ങളാണ് കാണിക്കുന്നത് അല്ലെ. അപ്പം ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മത്സര ബുദ്ധിയാണ് അല്ലെ. അപ്പൊ നിർമത്സരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ പോകരുത്. മത്സര ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മള് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് മത്സര ബുദ്ധിക്ക് നമ്മൾ പോകരുത്. പിന്നെ ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ, ജയ അപജയങ്ങൾ, വിജയം തോൽവി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സമഭാവനയോടെ, എന്തായാലും ഇതായിരുന്നു ഞാൻ ചെയ്ത കർമ്മം, ഞാൻ ഇത്രേ പ്രാക്ടീസ് ചെയ്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് എക്സാമിൽ ഇതായിരുന്നു വിജയം. അപ്പൊ അതുകൊണ്ട് അടുത്ത ടൈമില് ഞാനത് നല്ലതായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ആ ഒരു ഭാവനയോട് കൂടി ഇരിക്കുന്ന ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയിൽ ബദ്ധനല്ല. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ 3-4 രീതിയിൽ വിചാരിക്കുന്ന ഒരാള് സാധാരണ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ആ കർമ്മത്തിൽ നിന്നുള്ള ഫലങ്ങളിൽ ബദ്ധനല്ല, ഒട്ടിച്ചേരുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സമ്മറിയാണ് ഭഗവാൻ തരുന്നത്. എന്തൊക്കെയാണ്? താനെ വന്നു ചേരുന്ന നേട്ടങ്ങളിൽ സംതൃപ്തനായിരിക്കണം, ദ്വന്ദ്വമുക്തനായിരിക്കണം, നിർമത്സരനായിരിക്കണം, ജയാപജയങ്ങളിൽ സമഭാവന കൈക്കൊള്ളുന്നവനായിരിക്കണം. പിന്നെ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാല് അവയാൽ ബദ്ധനാകാതെ ഇരിക്കുകയും ചെയ്തെങ്കിൽ അവര് സാധാരണഗതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയിലൊന്നും അത് ഒട്ടിച്ചേരില്ല എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു സമ്മറി പോലെ ഭഗവാൻ ഇവിടെ തന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാവാർത്ഥം രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശീലപ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധവനായ വ്യക്തി സ്വന്തം ശരീരം പരിപാലിക്കുന്നതിന് വേണ്ടി പോലും ഏറെ പ്രയത്നിക്കാറില്ല. തനിയെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ തൃപ്തനാണ് അയാൾ. യാചിക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതെ കഴിവിനനുസരിച്ചുള്ള സത്യസന്ധമായ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ആദായത്താൽ അയാൾ തൃപ്തനാകുന്നു, സ്വതന്ത്രമായി ഉപജീവനം കഴിക്കുന്നു. കൃഷ്ണാവബോധത്തിലുള്ള തന്റെ സേവനത്തിന് മറ്റാരുടെയും പ്രവൃത്തി തടസ്സമായി തീരാൻ അനുവദിക്കുകയുമില്ല. എങ്കിലും ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളാൽ അസ്വസ്ഥനാകാതെ ഭഗവത് സേവനാർത്ഥം ഏത് ജോലിയിൽ ഏർപ്പെടാനും ഭക്തന് കഴിയും. സുഖദുഃഖങ്ങളായോ ശീതോഷ്ണങ്ങളായോ ആണ് പ്രപഞ്ചത്തിന്റെ ദ്വന്ദ്വാത്മകത അനുഭവപ്പെടുന്നത്. കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ മടിക്കാത്ത കൃഷ്ണാവബോധവനായ വ്യക്തി ഈ ദ്വന്ദ്ങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും അയാൾക്ക് കുലുക്കമില്ല. പൂർണ്ണമായി അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണിത്. ഹരേ കൃഷ്ണ. നമ്മൾ ഈ വിവർത്തനത്തിൽ പറഞ്ഞ ആ ലക്ഷണങ്ങളോട് കൂടിയുള്ളവര് അതീന്ദ്രിയ ജ്ഞാനം നേടിയവരാണ് അല്ലെ. അവര് ദ്വന്ദ്വമുക്തരാണ്, നിർമത്സരാണ്, ജയാപജയങ്ങളിൽ അവര് ആസക്തരാകുന്നില്ല. അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയിൽ ബദ്ധനുമല്ല. അങ്ങനെയുള്ള ആൾക്കാര് അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണ് നമ്മൾ ഈ കണ്ടത്. ഇനി അടുത്ത 23-ാമത്തെ ശ്ലോകം. യദസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞാചരതേ കർമ്മ സമഗ്രം പ്രവിലീയതേ. യദസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. യദസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസാ യജ്ഞാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി.
ഹരേ കൃഷ്ണ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസാ യജ്ഞായാചരത ചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. യതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസാ യജ്ഞായ ചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. യതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരത കർമ്മം സമഗ്രം പ്രവിലീയതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് പത്മമാതാജി, അതിന്റെ പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. ഗതസംഗസ്യ ഭൗതിക പ്രകൃതി ഗുണങ്ങളോട് സംഘരഹിതനായി, മുക്തസ്യ മുക്തനായി, ജ്ഞാനാവസ്ഥിത ചേതസ ജ്ഞാനത്തിൽ അവസ്ഥിതമായ ബുദ്ധിയോടുകൂടിയവനായി, യജ്ഞായ യജ്ഞ കൃഷ്ണന് യജ്ഞത്തിനായിട്ട് ആചരത കർമ്മം ആചരിക്കുന്നവന്റെ സമഗ്രം മുഴുവൻ കർമ്മവും പ്രവിലീയത വിലയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വിവർത്തനം, ഭാവാർത്ഥം ഡിവൈൻ സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ദ്വന്ദ്ങ്ങളൊക്കെ വരാനായിട്ടുള്ള കാരണം എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് അല്ലെ, നമ്മൾ കണ്ടു അല്ലെ. 3 ഗുണങ്ങളാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3 കൊണ്ടാണ് ഈ പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങള് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ 3 ഗുണങ്ങളെ നമ്മളെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ദ്വന്ദ്വനും ജയാപരാജയങ്ങളിൽ നമ്മൾ അതില് ആസക്തിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാകാതെ വരുന്നതും എല്ലാം കാരണം ഈ 3 ഗുണങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതില് ബന്ധനാവാതെ ഈ 3 ഗുണങ്ങളുടെ ബന്ധനം, അതായത് സ്വർണം കൊണ്ടുള്ള ബന്ധനം, അതുപോലെ തന്നെ വെള്ളി കൊണ്ടുള്ള ബന്ധനം, ഇരുമ്പ് കൊണ്ടുള്ള ബന്ധനം, ഈ 3 തരത്തിലുള്ള ബന്ധനത്തിൽ നിന്നും നമ്മള് കുടുങ്ങാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ, അതായത് അതിൽ ഉപരിയായിട്ടുള്ള ജ്ഞാനം, ഈ പ്രകൃതി ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള എന്താണ്? ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം, അതാണ് അതീന്ദ്രിയ ജ്ഞാനം അല്ലെ. അങ്ങനെ അതിൽ പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കുന്നവരുടെ കർമ്മങ്ങളൊക്കെ തന്നെ ദിവ്യതയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യമായത് എന്താണ്? ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ദിവ്യത. അപ്പൊ ദിവ്യത എന്ന് പറഞ്ഞാൽ പരവ്യോമമാണല്ലോ അല്ലെ. പരവ്യോമം അവിടെ വിലയം പ്രാപിക്കുന്നു. ആത്മീയ ആകാശം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പറയാം വൈകുണ്ഠെന്നോ ഗോലോകെന്നോ ഒക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള അവരുടെ കർമ്മങ്ങൾ എവിടെയാണ്? അവിടെയാണ് വിലയം പ്രാപിക്കുന്നത്. കാര്യം അവരെന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ഒരിക്കലും ഇവരെ സ്വാധീനിക്കാൻ പറ്റില്ല. ഈ ത്രിഗുണങ്ങള് ഏത് ഗുണങ്ങളാൽ അവരെന്താണ്? എപ്പോഴും ശുദ്ധ സ്വാത്വിക് മൂഡിലായിരിക്കും. ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണം, സത്വഗുണവും നമ്മൾ വിചാരിക്കും സത്വഗുണം വളരെ നല്ല ഗുണമാണെന്നല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ സത്വഗുണത്തിൽ എത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള 2 ഗുണങ്ങൾ ഒരുപാട് പോക്കാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലെങ്കിലും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലാറ്റ്ഫോം അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സത്വഗുണവും പ്രശ്നമാണ്. നമ്മൾ അതില് വൈഷ്ണവരെ ചിന്തിക്കുന്നത് ഒരു ബ്രാഹ്മണന് സത്വഗുണമാകാം, പക്ഷെ വൈഷ്ണവൻ എന്ന് പറഞ്ഞ ശുദ്ധ സ്വാത്വിക് മൂഡാണ്. അതായത് സത്വഗുണത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു തലമാണ് ശുദ്ധ സാത്വിക് മൂഡ്. അതായത് അതാണ് ഈ പറയുന്ന. അങ്ങനെ വരുന്ന കേസില് എന്താണ്? നമ്മൾ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നു. അപ്പം ഇതിനുപരിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? അതീന്ദ്രിയ ജ്ഞാനമാണ്, ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം കിട്ടുന്നു. ഈ സത്വഗുണത്തിൽ നിന്നും ഉപരി, സത്വഗുണത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഭഗവാനെ പറ്റിയുള്ള നോളേജ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ബ്രാഹ്മണിക് ക്വാളിറ്റി ഇല്ലേ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വരും. പക്ഷെ
നമ്മള് ഇതെല്ലാം ഭഗവാനാണ്. ആ ഒരു പരമദിവ്യോത്തമ പുരുഷൻ, നമ്മള് ഗോലോകം, ധാമം, ഭഗവാന്റെ ധാമം, അങ്ങനെ അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഉള്ള നോളേജ് അത്രയ്ക്ക് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള അവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. അപ്പൊ അവരുടെ കർമ്മങ്ങളൊക്കെ തന്നെ എന്താണ് പൊടിച്ചു കളയുവാണ് ചെയ്യുന്നത്, അല്ലെ? അവരെന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരല്ലാത്തത് കൊണ്ട് അതെല്ലാം പൊടിച്ചു കളയുവാണ് ചെയ്യുന്നത്. അതെല്ലാം നിർവീര്യമാക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അവര് ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിപ്പോയേക്കാം അവര് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കിയേക്കാം. പക്ഷെ അവര് അതിന് പുറമെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതെന്താണ്? അവരുടെ കർമ്മഫലങ്ങൾ ദിവ്യതയിലാണ് പോയി വിലയം പ്രാപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഭാവാർത്ഥം നമുക്ക് ആരാണ് വായിക്കാനുള്ളത് ഇനി? കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: പൂർണ്ണമായ കൃഷ്ണാവബോധം ഉണ്ടാകുമ്പോൾ ഒരാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. അതോടെ ത്രിഗുണങ്ങളിലുള്ള മാലിന്യം നീങ്ങുന്നു. കൃഷ്ണനുമായി ബന്ധത്തിലുള്ള തന്റെ മൂലസ്വരൂപം അറിയാവുന്ന അയാൾക്ക് മുക്തനാവാം. കൃഷ്ണാവബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അപ്രകാരം അയാൾ ചെയ്യുന്നതെന്തും ആദിമവിഷ്ണുവായ കൃഷ്ണന് വേണ്ടിയാണ്. പരംപുരുഷനായ കൃഷ്ണനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ. അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം യജ്ഞങ്ങളാണ്. അവയിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിനാൽ അയാൾ ഭൗതിക ഫലങ്ങളെ കഷ്ടപ്പെടുന്നില്ല. ഹരേ അതായത് കൃഷ്ണ. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യജ്ഞങ്ങളാണ്, അല്ലെ? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ് യജ്ഞം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ നാമം ജപിക്കുവാണെങ്കിൽ അത് നാമസങ്കീർത്തന യജ്ഞമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താണ്? അത് യജ്ഞമായിട്ട് മാറും. യജ്ഞങ്ങൾ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ളതായതുകൊണ്ട് ഇവര് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും എന്താണ്? പരവ്യോമത്തിലാണ് ലയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി 24-ാമത്തെ അതൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അത് എല്ലാവർക്കും ഒരുപക്ഷെ നിങ്ങൾ ഭഗവത്ഗീതയിലെ ആണെന്ന് പോലും അറിയാതെ നമ്മളതൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഈ അടുത്ത വരാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ ശ്ലോകമാണെന്ന് പോലും അറിയാതെ ഇതിലൊക്കെ എത്രയോ നാളിന് മുൻപേ എനിക്കത് അറിയാമായിരുന്നു, കാണാതെ അറിയാമായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. അർത്ഥം പോലും എന്താണെന്ന് അറിയാതെ ഇത് ഒരുപാട് നാൾ മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ചെറുപ്പത്തിൽ കാണാതെ പഠിച്ച ഒരു ശ്ലോകമാണിത്. അപ്പം അതെന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ യജ്ഞത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ, അതുപോലെ ആ യജ്ഞത്തെ പറ്റി ഒരു കണ്ടിന്യൂഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. 24-ാമത്തെ ശ്ലോകം: ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ്യം ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 24. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. ജനബിയ മാതാജി. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. സുജന മാതാജി. ബ്രഹ്മാർപ്പണം ബ്രഹ്മഭഗവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് ഈ ശ്ലോകം? ഈ ശ്ലോകം എന്തുകൊണ്ട് നമ്മൾ നേരത്തെ കാണാൻ പഠിക്കും? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ ശ്ലോകം? ഒന്ന് കൈപൊക്കിക്ക്. നേരത്തെ അറിയാവുന്നത് ബ്രഹ്മണാഹുതം. മാതാജിക്ക് അറിയാം നേരത്തെ, അല്ലേ? മാതാജി ഇത് പഠിക്കാൻ കാരണം എന്താണ്? അതെ, ഞാൻ ഈ അമ്പലത്തിൽ കൊച്ചുകുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രസാദം കൊടുക്കുമ്പോ ഇത് ചൊല്ലിയാണ് കൊടുക്കുന്നത്. ഇപ്പോഴാണ് മാതാജി കറക്റ്റ് പോയിന്റിലേക്ക് വന്നത്, അല്ലെ? ഭക്ഷണം ഇത് ഭോജന മന്ത്രമായിട്ട് ജപിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രമാണ്. അതായത് ഞാന് ചെറുപ്പത്തിലെ എന്തൊക്കെ ക്ലാസ്സിനൊക്കെ പോയിരുന്നു. എന്താന്ന് ഓർക്കുന്നത്? മതപാഠശാല അവിടെ പോയപ്പം പഠിച്ചതാണ്. ചെറുപ്പത്തിലെ ഞാന്
ഇത് പഠിച്ചാണ്. അപ്പൊ ഭോജന മന്ത്രമായിട്ട് പഠിച്ച ഒരു സംഭവമാണ്. അപ്പൊ ഇത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഭോജന മന്ത്രം ഇപ്പോഴും എന്റെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ഇടയ്ക്ക് തെറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരിർ ദാത, ഹരിർ ഭോക്ത, ഹരിരന്നം പ്രജാപതി, ഹരിർ ഭുക്ത ശരീരസ്തു പുങ്ക്തേ ഭോജതേ ഹരി, ബ്രഹ്മാർപ്പണം പാണ്ഡുരംഗാർപ്പണം, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഇങ്ങനെയായിരുന്നു അത് മുഴുവനും. ഹരിർ ദാത, ഹരി തന്നെയാണ് ദാതാവ്. ഹരിർ ദാത, ഹരിർ ഭോക്ത. ഇത് കൊടുക്കുന്നത് ആരാണ്? ഈ ധാന്യങ്ങളെല്ലാം തരുന്ന ആരാണ്? ഹരി തന്നെയാണ്. ഹരിർ ദാത, ഹരിയാണ് ദാതാവ്. നമ്മൾ ഈ ഭോക്താരജ്ഞതാവസാനം പഠിക്കുന്നില്ല, അത് തന്നെ. ഹരിർ ദാത, ഹരിർ ഭോക്ത, ഹരിരന്നം പ്രജാപതി. ഹരിയുടെ തന്നെയാണ് അന്നവും. ഹരിരന്നം പ്രജാപതി. എല്ലാ പ്രജാപതിമാരും എന്താണ്? ഭഗവാന്റെ ആ അംശാവതാരങ്ങളാണ്. ഹരിരന്നം പ്രജാപതി. ഹരിർ വിപ്ര ശരീരസ്തു ഹുന്തേ ഭോജതേ ഹരി. അതായത് ബ്രാഹ്മണർ വിപ്ര ശരീരസ്തു എന്നാണ് പറഞ്ഞല്ലേ. അപ്പം ഈ ഹരി, അതായത് നമ്മള് ഹരി ഭക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാഹ്മണരും ഒരുമിച്ച് കഴിച്ച പോലത്തെ ആ പുണ്യമാണ് കിട്ടുന്നത് അല്ലെ. ഭഗവാൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവ്വ ജീവജാലങ്ങളിൽ സന്തുഷ്ടരാകും എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഹരിർ വിപ്ര ശരീരസ്തു കുന്തേ ഭോജതേ ഹരി. അപ്പൊ ഹരിയുടെ സാധനം നമ്മൾ എടുത്ത് ഹരിക്ക് തന്നെ കൊടുത്തിട്ട് അത് തിരിച്ച് നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ എന്താണ്? സർവ്വ ചരാചരങ്ങള് സന്തുഷ്ടമാണ്. ഹരി സന്തുഷ്ടമായി കഴിഞ്ഞാൽ എല്ലാം സന്തുഷ്ടമായി. ഹരിയുടെ സാധനം തന്നെ എടുത്ത് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് തിരിച്ച് എടുക്കുന്നു അല്ലെ. ഹരിയുടെ സാധനം അവിടെ നിന്ന് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്ത് പാചകം ചെയ്യുന്നു, ഹരിക്ക് തന്നെ കൊടുക്കുന്നു, അത് അവിടെ നിന്ന് എടുത്ത് നമ്മൾ കഴിക്കുന്നു അല്ലെ. അപ്പൊ നോക്കി, അപ്പൊ എല്ലാം ഹരിമയമായി അല്ലെ. എന്നിട്ട് പിന്നെ പറയുന്നതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറയുന്ന ഈ മന്ത്രം. ഈ മന്ത്രം ഞാൻ അവിടെ പഠിച്ചിരിക്കുന്ന അർത്ഥവും ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. അവിടെ പഠിച്ചിരിക്കുന്ന അർത്ഥം ഏതാണെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. അത്രയും വർഷം മുൻപത്തെ ആയതുകൊണ്ട്, ചെറുപ്പത്തിലെ പഠിച്ചതായതുകൊണ്ട് എനിക്കിപ്പോ ഓർമ്മയില്ല. വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്നും ഓർമ്മയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥമായിട്ട് അതിനൊട്ടും സാമ്യമില്ല എന്ന് മാത്രം എനിക്കറിയാം. ഈ അർത്ഥം നമുക്ക് നോക്കാം. കൃഷ്ണാബോധത്തിൽ ഇവിടെ എവിടെയാ കൃഷ്ണാബോധം എന്നുള്ളത്? ഈ ബ്രഹ്മാർപ്പണത്തിൽ ഉണ്ടോ? ഇല്ല. ശ്രീലപ്രഭാതത്തിൽ എഴുതുമ്പം എപ്പോഴും ശ്രീലപ്രഭാതരെ കണക്ട് ചെയ്തിട്ടാണ് എഴുതുന്നത് അല്ലെ. ഭഗവാനെ കണക്ട് ചെയ്ത്. കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. മനസ്സിലായോ? അപ്പം ഒരു കാര്യം, ഇത് ആ പദാനുപദ തർജ്ജമ നമുക്ക് ഒരാളെ കൊണ്ട് വായിപ്പിക്കാലോ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ. പദാനുപദ തർജ്ജമ. അവർണം അർപ്പണം ബ്രഹ്മ ആധ്യാത്മികതയോട് കൂടിയതും ഹവി ഹവിസ് ബ്രഹ്മ പരമവുമായ ബ്രഹ്മാഗ്നൗ ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മണ ആത്മാവിനാൽ ഹുതം ഹോമിക്കപ്പെടുന്നു. തേന ബ്രഹ്മ കർമ്മ സമാധിന ആ ആത്മീയ കർമ്മ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ആളാൽ ബ്രഹ്മ ഏവ ആധ്യാത്മിക ലോകമായ ഗന്ധവ്യം പ്രാപ്യസ്ഥാനം പ്രാപിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. നമ്മൾ പഠിച്ച അനുസരിച്ചിട്ട് എങ്ങനെയായിരുന്നു അത്? നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പഠിച്ചു വെച്ച അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന അർത്ഥവും അതുമായിട്ട് ഞാൻ പറഞ്ഞതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് മറ്റുള്ള ഭഗവത്ഗീതകള് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഡൈവേർട്ട് ചെയ്യും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ആസിറ്റീസ് മാത്രം വായിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചത് കൊണ്ട് അതിൽ എന്തായിരുന്നു ഞാൻ പറയാം. അത് പക്ഷെ വലിയ തെറ്റും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. നമ്മളുടെ ഈ യജ്ഞം നമ്മൾ ചെയ്യല്ലേ, അതായത് ഇങ്ങനെ ധാന്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങളും ഒക്കെ ഇട്ട് യജ്ഞം ചെയ്തിട്ട് എന്താണ്
പുരുഷൻ അതിന്റെ എല്ലാം ഭോക്താവ് വിഷ്ണുവാണ്. പിന്നെ അതിന് ഓരോരുത്തരും ദേവതമാരെ അധികാരപ്പെടുത്തിയിരിക്കും. ഇന്ദ്രനെ, അരുണനെ, അഗ്നിയെ, അങ്ങനെ പല ദേവന്മാരും ഉണ്ടല്ലേ. നമ്മൾ പുത്രകാമേഷ്ടി ചെയ്തപ്പോൾ ഏത് ദേവനാ വന്ന് പ്രത്യക്ഷപ്പെട്ട് പായസം കൊടുത്തത്? അഗ്നിദേവൻ. അപ്പൊ അങ്ങനെ ഓരോ യജ്ഞത്തിനും ഒരു ദേവത ഉണ്ടാവും, അതിദേവത ഉണ്ടാവും. ഇതിന്റെ ഹവിസും ഇതെല്ലാം സ്വീകരിക്കുന്നത് പരംപുരുഷനായ വിഷ്ണുവാണ്. യജ്ഞ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം തന്നെ വിഷ്ണു എന്നാണ് അല്ലെ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. ഇതേപോലെ യജ്ഞം എവിടെ നടക്കുന്നുണ്ട്? എവിടെയെങ്കിലും ഒരു അഗ്നി ഉണ്ടാകുവാണെങ്കിൽ അവിടെ യജ്ഞമായി അല്ലെ, അത് ഹോമിക്കപ്പെടുന്നതല്ലേ. ഒരു യജ്ഞം ഉണ്ടായെങ്കിൽ അതിന് ഹോമം എന്ന് പറയുന്ന സംഭവം നടക്കുകയാണല്ലോ അല്ലെ. ഇതേ ഒരു യജ്ഞം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. ഏതാണ് ശരീരത്തിലുള്ള പ്രഭു, ഈ പണ്ടുള്ളവർ പറയേ നമ്മള് രാവിലെ അടുപ്പ് കത്തിക്കുമ്പം അത് ഹോമമായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേണം കത്തിക്കാനെന്ന് പറയും. ഗണപതി ഹോമം തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതായിട്ട് സങ്കല്പിച്ച് ഒരു പൂള് സങ്കല്പിച്ചത്. തേങ്ങായോ എന്തെങ്കിലും ഇട്ട് ഭഗവാന് അപ്പൊ ഒരു യജ്ഞമായിട്ടാണല്ലേ നമ്മൾ ചെയ്യുന്നത്. അതൊരു ഒരു അമ്മൂമ്മമാരൊക്കെ ഹവിസ് പറഞ്ഞു അർപ്പിക്കുക. കേട്ടിട്ടുണ്ട്. അതെ, ഒരു ഹവിസ് അർപ്പിക്കുകയാണ് അമ്മൂമ്മമാര് പറഞ്ഞു ചെയ്യുന്നത് അല്ലെ. കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഉള്ള തേങ്ങയെല്ലാം അടുപ്പ് കൊണ്ടിടും. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ തന്നെ ഒരു യജ്ഞം നടക്കുന്നുണ്ട് അല്ലെ. ആ യജ്ഞത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ആർക്കാ പറയാൻ പറ്റുന്നത്? ജഠരാഗ്നിയാണ് പ്രഭു. അഗ്നി ജഠരാഗ്നിയാണ്. ആ ഒരു യജ്ഞത്തിന്റെ പേരെന്താണ്? ദഹനം. ദഹനം എന്ന് പറയുന്ന യജ്ഞം നടക്കുന്നുണ്ട് എല്ലാവരുടെയും ശരീരത്തിൽ അല്ലെ. അതിനൊരു അഗ്നി വേണമല്ലോ. ആ അഗ്നിയുടെ പേരാണ് ഇപ്പൊ മാതാജി പറഞ്ഞ ജഡരാഗ്നി. അപ്പൊ ഈ ജഡരാഗ്നി എന്ന് പറഞ്ഞ ഒരു അഗ്നി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നമ്മളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഹോമിക്കപ്പെട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ച ആഹാര സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്തറിയോ, ഈ ഒരു അഗ്നി വന്നിട്ടാണ് ഇതിനെയെല്ലാം ദഹിപ്പിച്ചിട്ട് ഇത് എന്താണ് നമ്മുടെ രക്തത്തിൽ ചെറുകുടലിലെ കൂടെ പോയി ചെറുകുടലിൽ നിന്ന് നമ്മുടെ രക്തക്കുഴലിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മളുടെ ബ്ലഡ് ആയിട്ട് അത് പിന്നീട് മാറുകയും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ വൻകുടൽ വഴി തള്ളി അത് കഴിഞ്ഞ് പിന്നെ വിസർജന യന്ത്രത്തിൽ കൂടെ പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പം ഈ ഒരു പ്രോസസ്സ്, ഒരു യജ്ഞം ശരിക്കും അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലെ. അപ്പോൾ യജ്ഞത്തിനുള്ള ഹവിസും ഹോമദ്രവ്യങ്ങളും ഒക്കെ എങ്ങനെ ആയിരിക്കണം? ഒരു യജ്ഞം നടക്കുമ്പോ എന്താണ്? ശുദ്ധമായിരിക്കണം അല്ലെ. അപ്പം എങ്ങനത്തെ ഇതാണ് നമ്മളിപ്പോ കൊടുക്കാറുള്ളത്? നമ്മൾ മറ്റു ജീവികളെ തല്ലിക്കൊന്ന ശവശരീരങ്ങളും അതും ഇതൊക്കെയാണ് നമ്മള് എന്താണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എന്താണ് പറയുന്നത്, സാധാരണ രീതിയിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ള ഒന്നുകിൽ പഴകിയ സാധനങ്ങൾ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ 2-3 ആഴ്ചയൊക്കെ ഇരുന്ന് സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ എന്താണ് ഈ യജ്ഞദ്രവ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ചേർക്കുന്ന ഹവിസും അതുപോലെ തന്നെ. അപ്പൊ യജ്ഞാഗ്നി എന്താണ്, എന്ത് സംഭവിക്കും? അത് ആളി കത്തുവോ? ഇല്ല, അതിന് പരിമിതികൾ ഉണ്ടാകും അല്ലെ. ഈ അർപ്പിക്കുന്ന സാധനങ്ങള് ഇൻഗ്രീഡിയൻസ് നല്ലതാണെങ്കിൽ യജ്ഞാഗ്നി നന്നായിട്ട് വന്ന് ഇത് നന്നായിട്ട് കത്തി അതിന്റെ കിട്ടേണ്ട അവയവങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ രക്തക്കുഴലിലേക്കെല്ലാം ഇത് ഈക്വലി പൊക്കോളും, ഒരു കുഴപ്പമില്ലാതെ. അതുകൊണ്ട് നമുക്ക് എന്താണ് അതിന്റെ അവശിഷ്ടമായിട്ട് വരുന്നത്? ഗ്യാസും അതുപോലെ പുളിച്ചില്, തികട്ടല്, എരിവ്, നെഞ്ചരിച്ചില്, അതുപോലെ എന്തെല്ലാം സംഭവങ്ങളാണ് നമുക്ക് ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് അല്ലെ. പിന്നെ ചിലപ്പം ദിവസങ്ങളോളം എന്താണ് ചിലപ്പോൾ നമുക്ക് വയറ്റിന് അസുഖം, ഒന്നുകിൽ എന്താണ് വയറ്റിൽ നിന്ന് പോകില്ല, അല്ലെങ്കിൽ എന്താണ് അതിന്റെ തടസ്സം, ഇങ്ങനെ പല 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 കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നെ വയറെപ്പോഴും കമ്പിച്ചിരിക്കും, പിന്നെ എപ്പോഴും ഏത് സമയം ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കുക അല്ലെ. അങ്ങനെ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടല്ലേ. ഇതിന്റെയൊക്കെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യജ്ഞം ശരിക്കും നടക്കാത്തത് കൊണ്ടാണ് അല്ലെ. ആ യജ്ഞത്തിൽ അർപ്പിച്ചിട്ടുള്ള ദ്രവ്യങ്ങളും അപ്പൊ അതിന് ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഓൾറെഡി ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഭഗവാൻ കൊടുത്ത ആസിഡ്സ് ഒക്കെ ഒരുപാടുണ്ടല്ലേ. ഭഗവാൻ ഇങ്ങനെ ഒരുപാട് ആസിഡ്സിനെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ നാവില് ഏതാണ്? നമ്മുടെ നാവാണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെ. ഒരു ഭക്ഷണം പദാർത്ഥം പാകം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ല് ഇങ്ങനെ
മൂക്കിൽ കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ നാവിൽ എന്താണ് വെള്ളം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അറിയാതെ തന്നെ, നമ്മൾ അറിയാതെ തന്നെ നാവിൽ വെള്ളം വരും. ഈ വെള്ളം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മളുടെ ആന്തരിക അവയവങ്ങൾ അതിന് പ്രിപ്പയർഡ് ആകും അല്ലെ? ഇന്ന സാധനമാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ തയ്യാറായിട്ടിരിക്കുക ആന്തരിക അവയവങ്ങള്. അപ്പൊ അതിന് കൊടുക്കേണ്ട ആസിഡ്സ്, അതിന്റെ pH ലെവല് ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലെ? നമ്മളപ്പം കൊടുക്കേണ്ടത് ഇത്രയും കൊടുക്കേണ്ടത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇത്രയും ഇര വിഴുങ്ങിയ പോലെ അങ്ങ് കഴിച്ചങ്ങോട്ട് കയറ്റും അല്ലെ? അപ്പോൾ ആ സമയത്ത് ഉണ്ടായ എൻസൈംസും അതും ഇതൊക്കെ ആസിഡ്സും ഒക്കെ കുറച്ചാണെന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ ദഹനക്കേട് ഉണ്ടാകും. എന്നാൽ എന്താണ് ആവശ്യമില്ലാത്ത അഡീഷണൽ പുളിയും എരിവും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഉണ്ടായ ഉണ്ടായ ആസിഡ്സ് അഡീഷണൽ ആകും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആസിഡ് വരുന്നുണ്ടല്ലേ, പുള്ളിയുള്ളത്. അപ്പൊ ഈ നമ്മൾ ഒരുപാട് പുള്ളിയുള്ള സാധനങ്ങൾ വയറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ രണ്ട് പുള്ളിയും കൂടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പുള്ളി കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി എന്താകും? അത് മുഴുവനും ഗ്യാസ് ആയി മാറും, പുള്ളിച്ച് തികട്ടും. ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അധികമായിട്ടുള്ള. അപ്പം ഇതുകൊണ്ട് ആ ശരിക്കുള്ള ഒരു ദഹന പ്രക്രിയ അവിടെ നടന്നോ ഇല്ലയോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണാബോധത്തിൽ നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാന് നിവേദിച്ച സാധനങ്ങള് മാത്രം ഭക്ഷിക്കുക. അപ്പൊ നിവേദിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴകിയ 3 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയ പഴയ സാധനങ്ങൾ നിവേദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഴകിയ ഭക്ഷണങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ എന്താണ്, രജോ ഗുണത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭഗവാന് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ? സത്വ ഗുണത്തിലുള്ളതെങ്കിലും മിനിമം കൊടുക്കണം അല്ലെ? അപ്പൊ എന്താണ്, അധിക എരിവോ പുളിയോ ഒന്നുമില്ലാത്ത, അധികം മസാലകളൊന്നും ചേർക്കാത്ത, വളരെ എന്താണ് ശുദ്ധമായ, അധിക എണ്ണയൊന്നും ഇല്ലാത്ത സാത്വികമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നിവേദിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ നിവേദിച്ച പ്രസാദം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ജഡരാഗ്നി അതിന് പാകമായിട്ടുള്ളതാകും. ആ പാകമായിട്ടുള്ള ജഡരാഗ്നി എന്താണ് അതിനെ വേണ്ട രീതിയിൽ ദഹിപ്പിച്ച്, അപ്പൊ അടുത്ത യജ്ഞം നടക്കുകയാണ്. ഒരു യജ്ഞം നമ്മൾ കഴിഞ്ഞു, നിവേദ്യം എന്നുള്ളത് അല്ലെ? അത് കഴിഞ്ഞ് പ്രസാദം, ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുന്തേ ഭോജേതേ കരി അല്ലെ? അവിടുന്ന് കിട്ടിയത് ഭഗവാൻ തന്നെ തരുന്ന സാധനം എടുത്ത് എന്താണ് വീണ്ടും ഇതൊരു റൊട്ടേഷൻ അല്ലേ അല്ലെ? ഭഗവാൻ തരുന്നു. ഹരിർ ദാത, ഹരിർ ഭോക്ത, ഹരിർ അന്നം പ്രജാപതി, ഇതെല്ലാം ഹരി തന്നെയാണ് അല്ലെ? അപ്പൊ ഭഗവാൻ തരുന്ന സാധനങ്ങൾ എടുത്ത് വീണ്ടും ഭഗവാന് കൊടുത്തു. അത് തന്നെ എടുത്ത് വീണ്ടും നമ്മളുടെ ഉള്ളിലേക്ക് വെച്ചു. അവിടെയും വീണ്ടും ഭഗവാൻ വീണ്ടും നമുക്ക് അതിനെ ദഹിപ്പിക്കാനായിട്ടുള്ള യജ്ഞാഗ്നി ഹവിസും എല്ലാം തന്നെ ഭഗവാൻ തരുന്നു അല്ലെ? അപ്പൊ ഇതൊരു എന്താണ്, ഒരു ചക്രമാണ്. ഇപ്പം ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ പ്രഭുപാദർ റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും അയാൾ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അപ്പം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കർമ്മങ്ങളൊക്കെ കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾ എങ്ങനെ ചെയ്യും? അത് സ്വയം സമർപ്പണം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആള് ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദർ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള യജ്ഞത്തിന്റെ, അപ്പം ഈ പറയുന്നതും ഒരു യജ്ഞം തന്നെയാണ്. നമ്മൾ ആ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും യജ്ഞമായിട്ട് ചെയ്യണം. ഭഗവാനും വിഷ്ണുവിനായിട്ടുള്ള കർമ്മങ്ങളെല്ലാം യജ്ഞമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ പഠിച്ചു. യജ്ഞാത കർമ്മണേക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകത്തിൽ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവങ്ങളാണ്. യജ്ഞത്തിലേക്ക് അർപ്പിക്കുന്നതും അവിടുന്ന് കിട്ടുന്നതും എല്ലാം തന്നെ ആത്മീയ സ്വഭാവമുള്ളത്. അപ്പം കൃഷ്ണബോധത്തിൽ നമ്മൾ മുഴുകിയ ഒരാള് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്വയം സമർപ്പണം, അതായത് നമ്മൾ യജ്ഞത്തിലേക്ക് ആ ഒരു യജ്ഞത്തിലേക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് ഒരു ഉറപ്പ് ഗ്യാരണ്ടി തരുവാണ്. അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളതാണ്. അപ്പൊ അതിലേക്കുള്ള ഹരിർ ദാത, ഹരിർ ഭോക്ത, ഇതെല്ലാം തന്നെ ആണ് ആത്മീയ സ്വഭാവമുള്ളവയാണ്, ഹരിയെ തന്നെയാണ്. അതല്ലേ? ഹരേ കൃഷ്ണ. ഹവിസ് പറഞ്ഞ എന്താ പ്രഭു? ഹവിസ് അതിലേക്ക് ഹോമിക്കുന്ന സാധനങ്ങളാണ്. ഈ മാതാജി അല്ല, ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? വായിക്കട്ടെ.
വായിക്കട്ടെ ഞാൻ മോനെ? അഭിമതി വെച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ആത്യന്തികമായി ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് ഇവിടെ വിവരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തികൾ പലതുണ്ട്. അവയെപ്പറ്റി തുടർന്ന് പ്രതിപാദിക്കും. ഇവിടെ കൃഷ്ണാവബോധ തത്വം മാത്രമാണ് പറയുന്നത്. ഭൗതികതാ മാലിന്യങ്ങളിൽ അകപ്പെട്ട് ജീവാത്മാവ് ഭൗതികമായ ചുറ്റുപാടിൽ തന്നെ പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്ന് പുറത്തു വന്നേ തീരൂ. ജീവാത്മാവിന് ഈ ഭൗതിക അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രക്രിയയാണ് കൃഷ്ണാവബോധം. ക്ഷീരോത്പന്നങ്ങളുടെ അമിത ഉപയോഗത്താൽ കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് പാലിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് തൈര് ഔഷധമായി തീരുന്നു. ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ആത്മാവിന് ഇവിടെ ഗീത സൂചിപ്പിക്കുന്നത് പോലെ കൃഷ്ണാവബോധമാണ് പ്രത്യൗഷധം. ഈ പ്രക്രിയയെ സാമാന്യമായി കൃഷ്ണന്റെ മാത്രം പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞമെന്ന് പറയുന്നു. ഇപ്രകാരം ലൗകിക കർമ്മങ്ങൾ കൃഷ്ണാവബോധത്തോടെ വിഷ്ണുവിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്നതിൽ നിമഗ്നമാവാവുന്ന തോതനുസരിച്ച് അന്തരീക്ഷം ആധ്യാത്മികമായി തീരും. ബ്രഹ്മം എന്നതിന് ആത്മീയമെന്നാണ് അർത്ഥം. ആത്മീയമയമാണ് ഭഗവാൻ. അവിടെ പ്രഭാപൂരം എന്നറിയപ്പെടുന്നു. അവിടത്തെ ദിവ്യ ശിരസിന്റെ കിരണങ്ങൾ ബ്രഹ്മജ്യോതിസ് ആത്മീയ പ്രഭാപൂരം എന്നറിയപ്പെടുന്നു. എല്ലാ സത്തകളും ആ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഇത് മായ കൊണ്ടോ ഐന്ദ്രിയ വിഷയാസക്തി കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ ഭൗതികതയായി. കൃഷ്ണാബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം. അപ്രകാരം കൃഷ്ണാബോധത്തിന് അർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ അഥവാ നിരപേക്ഷ തത്വം. മായാച്ഛന്നമായ പരമസത്യമാണ് ഭൗതിക പദാർത്ഥമെന്ന് പറയപ്പെടുന്നത്. പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടു കിട്ടുന്നു. മായാബോധത്തെ ഭഗവത് ബോധമാക്കി മാറ്റുന്നു. പ്രക്രിയ എത്ര കൃഷ്ണാവബോധം. അതിൽ പൂർണ്ണമായി പൊഴിയ മനസ്സിന്റെ അവസ്ഥയാണ് സമാധി. അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ ചെയ്യുന്നത് എന്തും യജ്ഞമെന്ന് പറയപ്പെടുന്നു. അവബോധത്തിന്റെ ആധ്യാത്മിക തലത്തിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാനനും യജ്ഞഫലവുമെല്ലാം നിരപേക്ഷ തത്വത്തിൽ പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രീതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാമസങ്കീർത്തന യജ്ഞമാണ് അല്ലെ കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന യജ്ഞമായി. ഒരുപാട് തരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മനസ്സിലും ഒരുപാട് യജ്ഞങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രവൃത്തിയാണല്ലോ, ഒരു കർമ്മം. അതിന് ആ ഒരു യജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ, യജ്ഞം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഹരി ആയതുകൊണ്ട് നമ്മൾ ഭഗവാനെ കണക്ട് ചെയ്തിട്ടാണ് ഈ യജ്ഞം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലും നമുക്ക് യജ്ഞം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ നിവേദനങ്ങൾ അർപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക്, അതുകൊണ്ടാണ് ഇത് ഭോജനമന്ദിരമായിട്ട് എടുക്കാനായിട്ട് കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നമ്മളെ നാട്ടിൽ എല്ലാവരും ഇതൊരു ഭോജന മന്ദിരമായിട്ടാണ് എടുക്കുന്നത്. പല ചിന്മയ മിഷന്റെ അവരൊക്കെ ഇത് ഭോജന മന്ദിരമായിട്ടാണ് ഈ മന്ത്രത്തെ അവര് കണക്കാക്കുന്നത്. കൃഷ്ണാബോധത്തിലുള്ളവര് ഒരു കുറച്ചുകൂടെ ഉയർന്ന ലെവലിലാണ് ഇതിനെപ്പറ്റി വിവർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഭൗതിക അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള ഒരു പ്രക്രിയയാണ് കൃഷ്ണാവബോധം. അതുകൊണ്ട് അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം എന്താണ്? പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് തൈരായിരിക്കും പ്രത്യൗഷധമായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടും എന്താണ്? ഒന്നിൽ നിന്ന് വരുന്നതാണല്ലോ അല്ലെ. പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അജീർണം ബാധിച്ച അവർക്ക് തൈര് അവർക്ക് മറുമരുന്നായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഭൗതിക അവസ്ഥയിൽ നമുക്ക് അജീർണം ബാധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണാവബോധമാണ് അതിന്റെ മറുമരുന്ന്. ഇങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം. ഇതേപോലെ തന്നെ ഒരു അജീർണം ബാധിച്ച ഒരാള്
ഒരാളുടെ കഥ അറിയാം. ഒരു ദേവൻ ഇങ്ങനെ അജീർണം ബാധിച്ചു. ഏത് ദേവനാണ്? ഖാണ്ഡവ ഇതല്ലേ? ഖാണ്ഡവദഹനം. വെരി ഗുഡ്. മഹാരാജ് കൃത്യമായിട്ട് അത് പറഞ്ഞു. ഖാണ്ഡവദഹനം. അഗ്നിദേവൻ ഇതുപോലെ തന്നെ ആൾക്കാരെല്ലാരും കൂടെ കൂടി നെയ്യ് കൊണ്ടിട്ട് ഹോമം ചെയ്ത് ഈ നെയ്യ് മുഴുവൻ കൂടെ ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? വയറ്റിൽ അജീർണം ബാധിച്ചു. അപ്പോൾ എന്താണ് അതിന്റെ പ്രതിവിധി? വനത്തെ ദഹിപ്പിക്കുക അല്ലെ? വനത്തെ ദഹിപ്പിക്കാനായിട്ട് അവിടുത്തെ ഉള്ള ഈ ജീവജാലങ്ങളെല്ലാം ചത്താൻ വരികയല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്താണല്ലോ അർജുനൻ അഗ്നിദേവനെ സഹായിക്കാനായിട്ട് എന്താണ് അർജുനൻ അവരെല്ലാം ഏറ്റെടുത്തു. അപ്പോഴത്തേന് ഇന്ദ്രൻ തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ വന്ന് മഴ പെയ്യിക്കുന്നതും അങ്ങനെ ഭയങ്കര യുദ്ധം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ? അപ്പൊ അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ഒരു ആത്മാവിന് ഇവിടെ ഗീത സൂചിപ്പിച്ചിട്ടുള്ള പ്രത്യക്ഷതമാണ് കൃഷ്ണാവബോധം. അടുത്തത് നമ്മൾ ഇതിനകത്ത് പറയാനുള്ളത്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയത എന്നാണ് അർത്ഥം. ആത്മീയമയമാണ് ഭഗവാൻ. അവിടുത്തെ ദിവ്യ ശരീരത്തിന്റെ കിരണങ്ങൾ ബ്രഹ്മജ്യോതിസ്, ആത്മീയ പ്രഭാവം എന്നറിയപ്പെടുന്നു. എല്ലാ സത്തകളും ആ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അത് മായ കൊണ്ടോ ഐന്ദ്രിയ വിശ്വാസക്തി കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ അത് ഭൗതികതയായി. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം നമുക്ക് അല്ല ശ്രദ്ധിക്കാം. പ്രഭു ഇതിനകത്ത് പറയുന്നത് നിരപേക്ഷ തത്വം എന്ന് പറയുന്നത് ബ്രഹ്മനാണെന്ന് പറയുന്നു. ചിലർ പറയുന്ന ഭഗവാൻ അങ്ങ് യോപ്പാണെന്നും പറയുന്നുണ്ട് നേരത്തെയൊക്കെ. ഇത് ബ്രഹ്മനാണെന്ന് പറയുന്നു ഇപ്പം ഇതിനകത്തുണ്ട് നിരപേക്ഷ തത്വം. നമ്മൾ അതിലേക്ക് നോക്കാം. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ആത്മീയമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളറിയാം ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളാണല്ലോ അല്ലെ? ഈ ചുറ്റോടി കാണുന്നത് അത് ഈ പറയുന്ന ഈ ബ്രഹ്മാണ്ടങ്ങളിലേക്ക് ഉപരിയായിട്ടൊരു വലയം പോലെ ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ നിർവ്യക്തിഗതവാദികൾ അല്ലെങ്കിൽ അവ്യക്തഗതവാദികൾ അല്ലെങ്കിൽ മായാവാദികള് ഇങ്ങനെയുള്ളവരൊക്കെ മാക്സിമം ചെന്നെത്തിച്ചേരുന്ന സായുജ്യമുക്തി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്ന അവിടം വരെ അവരെത്തിച്ചേരുള്ളൂ മാക്സിമം. കാര്യം അവരെന്താണ്? ഭഗവാന് രൂപമില്ലാത്ത ഒരവസ്ഥയാണ് അവര് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെത്തിച്ചേരുന്ന സ്ഥലവും രൂപമില്ലാത്ത ബ്രഹ്മത്തിൽ. കാര്യം അത് ഭഗവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ ഭഗവാൻ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഭഗവാനിൽ നിന്ന് വന്നതാണ്, പക്ഷെ ഭഗവാൻ അല്ല. അല്ലെ? സൂര്യന് സൂര്യപ്രകാശം വലുത് സൂര്യപ്രകാശമാണ്. ഭഗവാൻ സൂര്യഗോളത്തിന്റെ ഉള്ളിലാണ് അല്ലെ? നമ്മൾ ആ ഒരു എക്സാമ്പിൾ അന്ന് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ബ്രഹ്മ സാക്ഷാത്കാരവും പിന്നെ അടുത്ത പരമാത്മ സാക്ഷാത്കാരവും അതുപോലെ തന്നെ ഭഗവാൻ സാക്ഷാത്കാരവും കണ്ട ഇതുപോലെ തന്നെ ഈ എക്സാമ്പിൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് മായ കൊണ്ട് ഐന്ദ്രിയ വിശ്വാസക്തി കൊണ്ട് മറയ്ക്കപ്പെടുമ്പോൾ ഭൗതികതയായി. അപ്പൊ ഇതിനെ നമ്മള് ഭൗതികത കൊണ്ട് മറയ്ക്കുമ്പോൾ ഇത് മായ കൊണ്ട് മറയ്ക്കുമ്പോൾ അതിനെ ഭൗതികതയായി. അപ്പൊ ഈ മായ എന്ന് പറയുന്ന ആ ഒരു ലെവലിന് മുകളിലാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോം, ഈ പറയുന്ന മായാവാദികൾ എത്തിച്ചേരുന്ന ആ സ്ഥലം. അതിന് മുൻപത്തെ ഒരു സ്റ്റേജ് ആണ് മായ കൊണ്ട് നമ്മളെ മറയ്ക്കുമ്പോഴാണ് നമ്മൾ ഇത് കാണാത്തത് അല്ലെ? ഭഗവാനെ നമ്മളെ എന്താണ് ഈ പ്രപഞ്ച സ്വരൂപനാണ് ഭഗവാൻ. നമ്മൾ ഒരു കാരണവശാൽ ചില മതക്കാരുടെയൊക്കെ സിദ്ധാന്തം ഭഗവാൻ ഈ പ്രപഞ്ച സ്വരൂപി ആയതുകൊണ്ട് ഭഗവാന് രൂപമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു അല്ലെ? മൊത്തം എന്താണ്? ശൂന്യമാണ് അല്ലെ? ശൂന്യവാദികൾ എന്ന് പറയും അല്ലെ? മൊത്തം ശൂന്യമാണ് എല്ലായിടത്തും. അതായത് പ്രപഞ്ചത്തിന്റെ സ്വരൂപം, പ്രപഞ്ചാകാരനായിട്ട് ഒരാളെ സങ്കല്പിക്കാൻ പോലും ആൾക്കാർക്ക് പറ്റത്തില്ല അല്ലെ? പ്രപഞ്ചത്തിന് മുഴുവനും സ്വരൂപത്തോടു കൂടി ഒരാളെ നമുക്ക് എങ്ങനെ സങ്കല്പിക്കാനായിട്ട് പറ്റും? അതുകൊണ്ട് രൂപമില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം നമ്മുടെ പിതാവിന് നമുക്കൊരു രൂപം ഉണ്ടെങ്കിൽ നമ്മുടെ പിതാവിന് ഒരു രൂപം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു രൂപം ഉണ്ടായത്. അപ്പൊ നമ്മുടെ പരംപിതാവായിട്ടുള്ള ഭഗവാൻ തീർച്ചയായിട്ടും ഒരു രൂപം ഉണ്ട്. അപ്പൊ നമ്മള് കൃഷ്ണാവബോധമുള്ളവർക്ക് മാത്രമാണ് അറിയാവുന്നത് ഭഗവാൻ ഒരേ സമയം ഗോലോകത്തിലും അനേക വൈകുണ്ഠധാമങ്ങളിലും അതുപോലെ തന്നെ അനേക ബ്രഹ്മാണ്ടങ്ങളിലും ലീലകളാടുകയും അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലും ഒരേ സമയം ഉണ്ട്. അത് ഭഗവാന് മാത്രമേ പറ്റുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർ അത് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അപ്പൊ ബ്രഹ്മബോധത്തെ ഭഗവത് ബോധമാക്കുന്ന പ്രക്രിയയാണ് കൃഷ്ണാവബോധം. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിനുപരി അത് ഭഗവത്
സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ആ പ്രക്രിയയാണ് കൃഷ്ണാവബോധം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് അതിൽ പൂർണ്ണമായി ഒഴുകിയ മനസ്സിന്റെ അവസ്ഥയാണ് സമാധി. അപ്പൊ ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ട് മുഴുകി ഇതിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ആ മനസ്സിലെ മനനം ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വനത്തിൽ പോയിട്ട് അങ്ങനെ തപസ്സിരിക്കുന്നതാണ് സമാധി എന്ന് വിചാരിക്കരുത്. എന്താണ് ഈ ഒരു ബോധത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ആ സമാധിസ്ഥനായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ ചെയ്യുന്നത് എന്തും യജ്ഞം എന്ന് അറിയപ്പെടുന്നു. ആ സമയത്ത് ആ ഒരു ബോധത്തിൽ എത്തിയിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ യജ്ഞം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആ അവബോധത്തിന്റെ ആ ആധ്യാത്മിക നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാനനും യജ്ഞഫലവുമെല്ലാം നിരപേക്ഷ തത്വത്തിൽ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. ഇതാണ് കൃഷ്ണാബോധത്തിന്റെ രീതി. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിവർത്തനം പറഞ്ഞിരിക്കുന്ന ഈ ലാസ്റ്റ് ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം, മനസ്സിലായോ നോക്കണം. അപ്പൊ എന്താണ് കൃഷ്ണാബോധം? ബ്രഹ്മബോധത്തെ ഭഗവത് ബോധമാക്കുന്ന പ്രക്രിയയാണ് കൃഷ്ണാബോധം എന്ന് കണ്ടു. അപ്പൊ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒഴുകിയ മനസ്സിന്റെ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ ചെയ്യുന്നത് എന്തിനേയും യജ്ഞം എന്ന് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരു ബോധം, സമാധിസ്ഥനായിട്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് ആലോചിച്ച് നോക്കാം അല്ലെ. ഈ പൂർണ്ണമായിട്ടും ഇതിൽ മുഴുകിയ ഈ അവസ്ഥയിലെത്തിയ ഒരാള് ചെയ്യുന്ന എന്ത് കാര്യത്തിനെയും യജ്ഞം എന്ന് നമുക്ക് വേണേ പറയാം. ഇനി ശ്രദ്ധിച്ചു, അവബോധത്തിന്റെ ആ ആധ്യാത്മിക നിലയിൽ ആ ഒരു പ്രത്യേക ലെവലിൽ ഇരിക്കുന്ന അയാളുടെ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാനനും യജ്ഞഫലവും എല്ലാം നിരപേക്ഷ തത്വത്തിൽ, നിരപേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. അപ്പൊ ഇതിനെല്ലാം അതീന്ദ്രിയ സ്വഭാവമാണെന്നാണ് പറഞ്ഞത്. ഏതാണ്? അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ചെയ്യുന്ന കർമ്മവും അതിൽ അർപ്പിക്കുന്ന സംഭവങ്ങളും അപ്പൊ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന സാധനങ്ങളും എല്ലാം തന്നെ എന്താണ്? അതീന്ദ്രിയ സ്വഭാവമുള്ളതായതുകൊണ്ട് അതിൽ പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ഇതാണ് കൃഷ്ണാബോധത്തിന്റെ രീതി എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണാബോധത്തിൽ ഉള്ള ഒരാള് എന്ന് പറയുന്ന ഈ അതീന്ദ്രിയ ആവാസത്തിൽ സമാധിസ്ഥനായിട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു അല്ലെ. എന്താണ് ആ ഒരു അവസ്ഥ? എന്താണ്? അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, അതിന് കൃഷ്ണാബോധത്തിൽ ഈ അതീന്ദ്രിയാവസ്ഥയിൽ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി യജ്ഞമാകുന്നു. അപ്പൊ ആ യജ്ഞത്തിൽ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അർപ്പിക്കുന്ന ആളും, അതായത് ആ ചെയ്യുന്ന പ്രവൃത്തി, അതും ആ അർപ്പിക്കുന്ന ദ്രവ്യങ്ങളും, അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന യജ്ഞദ്രവ്യങ്ങളില്ലേ, തിരിച്ചു കിട്ടുന്ന അതിന്റെ ഉച്ഛിഷ്ടങ്ങള്, അതുപോലെ അതിന്റെ ഈ പുക അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളില്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത് യജ്ഞം ഇങ്ങനെ ചെയ്താൽ മാത്രമേ യജ്ഞമാകുമെന്നല്ല. അത് വേറെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ തന്നെ പലതരം യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യജ്ഞത്തിന്റെ ഏത് ഇൻഗ്രീഡിയൻസ്, ഹവിസും യജ്ഞാഗ്നി എല്ലാം തന്നെ അതീന്ദ്രിയ സ്വഭാവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതീന്ദ്രിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ അത് ഏകഭാവം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹരിനാമ സങ്കീർത്തനത്തിലേക്ക് പോകാം. അല്ല, ഹരിനാമ കീർത്തനം. പ്രഭു, ഒരു സംശയം ചോദിക്കട്ടെ. ഞാനൊരു ക്ലാസ്സിൽ ഇതുപോലെ ഇപ്പൊ ജഡരാഗ്നി എന്ന് പറഞ്ഞില്ലേ, ദഹനത്തിന് സഹായിക്കും. പക്ഷെ ഇതേപോലെ എന്താണ് വൈശ്വാനരോ വിഷ്ണു അങ്ങനെ എന്തോ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അതാണ് നമ്മളെ ദഹനത്തിന് സഹായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? വൈശ്വാനരോ വിഷ്ണു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കേട്ടതായിട്ട് വിശപ്പുണ്ടാക്കുന്നത് വൈശ്വാനരനാന്ന് പറയണ ഞാനും കേട്ടിട്ടുണ്ട്. വൈശ്വാനർ ഒരു ദേവനല്ലേ? വൈശ്വാനർ ഒരു ദേവനാണ് അല്ലെ? നമ്മളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും അധിപതിയായിട്ട് ഒരു ദേവനുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിപതിയായിട്ട് ദേവന്മാരുണ്ട്. 33 കോടി ദേവന്മാരില് നമ്മുടെ ശരീരത്തില് ഓരോ അവയവങ്ങൾക്കും ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിപതിയായിട്ട് ദേവന്മാരുണ്ട്. അതിലെ
ഈ വൈശ്വാനരനായിരിക്കണം ഒരു പക്ഷെ ഈ പറയുന്ന ദഹനത്തിന്റെ ആ ഒരു ദേവത. അപ്പൊ ആ വൈശ്വാനരനായത് കൊണ്ടായിരിക്കണം മാതാജി ഒരുപക്ഷെ ഈ ജഡരാജ്ഞി ചിലപ്പോ അദ്ദേഹമായിരിക്കും തരുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായി അറിയില്ല. മാതാജി കേട്ടത് ഈ വൈശ്വാനരനാണോ ജഡരാജ്ഞി തരുന്നതെന്നാണോ? അല്ല, വൈശാനരോ വിഷ്ണു അങ്ങനെയാണ്. അതാണ് നമ്മൾ ദഹനത്തിന് സഹായിക്കുന്നുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഗീതയിൽ തന്നെ വായിച്ചിട്ടതായിട്ടാണ് ഓർക്കുന്നത് പ്രഭു. 15 എന്നൊരു ഡൗട്ട് ഉണ്ട് അധ്യായം. അധ്യായം 15-ലോ? അങ്ങനെ ആയിട്ടാണ് ഓർമ്മ. ഞാൻ പിന്നീട് അത് എവിടെ ശ്ലോകം കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയും. എനിക്ക് ശ്ലോകം ഒന്നും അറിയത്തില്ല. ഇനി അതൊരു ദേവനാണെങ്കിൽ ഈ ദേവനാണ് ചിലപ്പോ അതിന് ഇൻചാർജ് എങ്കിൽ അങ്ങനെ നമുക്ക് വേണേ കരുതാം, ഈ ദഹനത്തിന് ഇൻചാർജ്. പ്രഭു ആ ശ്ലോകം ഞാനെന്നറിയാമോ? ഇതൊന്നും എനിക്ക് തെറ്റുണ്ടോന്ന് അറിയത്തില്ല. അഹം വൈശാനരോ ഭൂത്വാ പ്രാണിനാം ധർമാശ്രയെ പ്രാണാപാന സമയുക്ത പജാമ്യഹം. അങ്ങനെ എങ്ങാണ്ട് ആ ശ്ലോകം. അത് ശരിയാണെന്നറിയില്ല, ഇപ്പൊ ചെല്ലുന്നില്ല. അത് തന്നെ കൊച്ചു പിള്ളേർക്ക് 14-ാമത്തെ ശ്ലോകം. 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. അങ്ങനെയാണ് ഇപ്പൊ തന്നെ നോക്കാമല്ലോ. അതായത് പുരുഷോത്തമ യോഗം അല്ലേ 15-ാമത്തെ അധ്യായം? അതെ. മാതാജി പുരുഷോത്തമ യോഗം കഴിഞ്ഞോ? അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ശ്ലോകമൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പച്ചാമ്യന്മൃന്നം ചതുർവിധം. സകല ജീവികളിലും ഉള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. അപ്പൊ അത് തന്നെയല്ലേ മാതാജി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ തന്നെ അഹം ഞാൻ വൈശ്വാനര എന്ന് പറഞ്ഞ ജഡരാഗ്നി. വൈശ്വാനര എന്ന് പറഞ്ഞ മീനിങ് അല്ലേ? അതിന്റെ വേറൊരു പേരാണ് ജഡരാഗ്നിക്ക്, വൈശ്വാനര എന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് ആർക്കും ചോദ്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഹരിനാമ കീർത്തനത്തില് ഏതായിരുന്നു? ഒന്നായ നിന്നെ ഇഹ, അതിൽ ഓങ്കാരമായ പോലും മൂന്നായി പിരിഞ്ഞതിന് അതിന്റെ ഭാവാർത്ഥം എല്ലാവരും വായിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വായിച്ചായിരുന്നോ? ഈ പുസ്തകം ഉള്ളവര് കാണാവോ? ഇല്ല പ്രഭു, ആ പുസ്തകം ഇല്ല. രാമകീർത്തനം ഉണ്ട് ചെറുത്. അതിന്റെ അത് അർത്ഥം ഒന്ന് വായിക്കണം. നമ്മള് ആ 2 ശ്ലോകങ്ങള് ഓരോരുത്തരെയും ഞാൻ ചൊല്ലിക്കാം. അതിന്റെ അർത്ഥം വായിച്ചു നോക്കണം. ഭയങ്കരമായിട്ട് ഇതിന്റെ അകത്ത് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത്ര അർത്ഥം വായിക്കാനുള്ള സമയമില്ല, എല്ലാവർക്കും ലീവ് ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ട് നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം. ജ്ഞാനാംബിക ആദ്യത്തെ ഓങ്കാരമായ പൊരുളാണോ? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപഹരി നാരായണായ നമ. നാരായണായ നമ ചൊല്ലുന്നുണ്ട് എല്ലാരും. ശിബി മാതാജി രണ്ടാമത്തേത്. ഇല്ല പ്രഭുജി. മാതാജി കയറിയില്ലായിരുന്നു ക്ലാസ്സിലെ. രാധിക മാതാജി രണ്ടാമത്തേത്. രണ്ടാമത്താണോ പ്രഭു? ഹരേ കൃഷ്ണ.
ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽവത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കി വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഓങ്കാരമായ പൊരുളായ പരബ്രഹ്മ മൂന്നായി വേർപെട്ട് അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു. ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി. ആ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായിയായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരിരൂപനായ നാരായണന് നമസ്കാരം. അപ്പം നമ്മള് കണ്ടു മൂന്നായി പിരിഞ്ഞു. ആ ഉമ എന്ന് പറഞ്ഞ് 3 ആയി പിരിഞ്ഞു. അതിന് എന്താണ് ആ 3ആയി പിരിഞ്ഞ് എന്താണ് സൃഷ്ടിസ്ഥിതി സംഹാരം അങ്ങനെ പല രീതിയിൽ വിഭജിക്കുന്നുണ്ട് അല്ലെ. അതിന് സാക്ഷിയായത് പരമസാക്ഷിയായിട്ടുള്ള ആ ഒരു ഭഗവാന് അതിനെ ബോധ്യം വരുത്താനായിട്ട് എന്ന ആചാര്യനെ ഞാൻ വന്ദിക്കുന്നു. അപ്പൊ ആചാര്യനാണ് ആദ്യം വന്ദനം കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നീട് പറഞ്ഞിരിക്കുന്നു ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടു. ഒന്നായ നിന്നെ, അതായത് നീ എന്താണ് ഒന്നായിരുന്നു അല്ലെ. രണ്ടെന്ന് കണ്ടു, ഞാനെന്നും നീ എന്ന ശരീരമെന്നും ആത്മാവെന്നും കണ്ടു, അല്ലെങ്കിൽ ജീവാത്മാവെന്നും പരമാത്മാവെന്നും കണ്ടു. അങ്ങനെ ഇവിടെ ഇണ്ടല്ല ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ പണ്ടേ കണക്ക് വരുവാൻ, അതായത് പണ്ടെന്തായിരുന്നു ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ നമ്മൾ പറയുമ്പോൾ ഭഗവാന്റെ ധാമത്തിലായിരുന്നു നമ്മൾ അല്ലെ. ഭഗവാന്റെ ധാമത്തിലായിരുന്നു നമ്മൾ. പണ്ടേ കണക്ക് വരുവാൻ, അതായത് ഗോലോകത്തിലേക്ക് പോകാൻ നിൻ കൃപാവലികൾ ഉണ്ടാവുക എങ്കലിഹ നാരായണ എന്ന്. പണ്ടേ കണക്ക്, പണ്ട് എന്തായിരുന്നു നമ്മളും ഭഗവാനും ഒരുമിച്ച് നമ്മൾ ഭഗവാന്റെ സേവകരായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് അദ്വൈതികളായിട്ടുള്ള ആൾക്കാര് ഇതിനെ വിവർത്തനം എഴുതുമ്പോൾ, എനിക്കറിയാം ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശങ്കരാചാര്യരുടെ ഫോളോവർ ആണ്. പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്വൈതമായിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ അദ്ദേഹം അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം പറയുമ്പോഴത്തേക്ക് കാര്യം ഇതിന്റെ അദ്ദേഹത്തിന്റെ ഭാഷ അത്രയ്ക്ക് ശുദ്ധമായ ഭാഷയാണ്. നമ്മൾ അതിന് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കണക്കാക്കുക. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു, ശരീരമെന്നും ആത്മാവെന്നും അല്ലെങ്കിൽ ജീവാത്മാവെന്നും പരമാത്മാവെന്നും കണ്ടു. അങ്ങനെ ഉണ്ടായൊരു ദുഃഖം എന്തായാലും സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണം. പണ്ട് എന്തായിരുന്നു, നമ്മള് എവിടെയായിരുന്നു, ഭഗവാന്റെ അടുക്കലായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു ധാമത്തിലേക്ക് ഭഗവാന്റെ ദാസനായിരുന്നു അല്ലെ. അപ്പൊ അതിലേക്ക് തിരിച്ചെത്താനായിട്ട് നിൻ കൃപാവലികൾ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അടുത്തത് എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ 3-4 പേജ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വായിക്കാനായിട്ട് സമയമില്ല, നമുക്ക് വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട്. ഇപ്പൊ തന്നെ ആൾക്കാരെല്ലാം വിട്ടുപോകാൻ തുടങ്ങി. അടുത്തത് മൂന്നാമത്തേത് അർക്കാനലാതി വെളിവൊക്കെ വിലസുമൊരു കണ്ണിന്നു മൂന്നാമത്തെ അനന്തചിന്മയൻ പ്രഭു, മൂന്നാമത്തെ അനന്തചിന്മയല്ലേ പ്രഭു? മൂന്നാമത്തെ ശ്ലോകം അനന്തചിന്മയല്ലേ? ഇത് എന്റെ ബുക്കിലിട്ടാ, എന്റെ ബുക്കിൽ അങ്ങനെ അനന്തചിന്മയ. പേജ് മറിച്ചപ്പം മാറിപ്പോയതാണ്. അതെ, ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. സതിമത ആ ശ്ലോകം റിപ്പീറ്റ്. ഹരേ കൃഷ്ണ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഹരേ കൃഷ്ണ. സുജന മാതാജി റിപ്പീറ്റ്. എനിക്ക് അറിഞ്ഞുണ്ടോ പ്രഭു? ബുക്കില്ല പ്രഭു. ആ കഴിഞ്ഞല്ലേ പ്രഭു ആ വരുന്നത് പ്രഭു? ആ കഴിഞ്ഞല്ലേ വരുന്നത്? അത് ആയിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ മാതാജി. തിരക്ക് പിടിക്കാൻ തോക്കി കയറി. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുന്നുള്ളൂ, ആ ഓർഡർ വരുന്നുള്ളൂ. ഇപ്പൊ ആയിട്ടില്ല, ഇത് സ്തുതികളാണ്. എനിക്ക് ബുക്കിന്റെ പേരൊന്ന് പറഞ്ഞു പ്രഭു. ഹരിനാമ കീർത്തനം. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. ആനന്ദചിന്മയാ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മള്
അറിയാമല്ലോ. ആനന്ദ ചിന്മയ ഹരേ, സച്ചിദാനന്ദ വിഗ്രഹ സ്വരൂപനാണ് നമ്മൾ ബ്രഹ്മ സമിതികളിൽ പഠിച്ചിട്ടുണ്ട്. അത് കാരണം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആനന്ദ ചിന്മയ. ചിന്മയ എന്ന് പറഞ്ഞാൽ ചിത്തിനെ മയപ്പെടുത്തുന്ന ആളല്ലേ, ചിത്തത്തെ മയപ്പെടുത്തുന്ന ആളാണ്. ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എത്ര ദുഃഖമുള്ള സമയത്തും നമ്മളെ അത് ഹൃദയത്തെ മയപ്പെടുത്തും. ഭഗവാനുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെ. ഭഗവാന്റെ ഒരു കാര്യം കേൾക്കുക, ഒരു കൃഷ്ണാനുഭവം കേൾക്കുക, ഭഗവാനെ പറ്റിയുള്ള ഒരു ലീല കേൾക്കുക, അതുപോലെ തന്നെ ഒരു പ്രഭാഷണം കേൾക്കുക, ഒരു നല്ല കീർത്തനം കേൾക്കുക, അതൊക്കെ നമ്മളെ മയപ്പെടുത്തും. നമുക്ക് നല്ല ആനന്ദം ഉണ്ടാവും. ഹരേ ഗോപിക രമണ. അപ്പൊ നമ്മളെ ഈ ഹൃദയത്തെ മാത്രമല്ല അദ്ദേഹം മയപ്പെടുത്തുന്ന, ഗോപികമാരെ രമിപ്പിച്ചവനാണ് അല്ലെ, ഗോപികാ രമണൻ. ഞാൻ എന്ന ഭാവം, അല്ലയോ ഭഗവാനെ, ഞാൻ എന്ന ഭാവം ഒരിക്കലും എനിക്ക് തോന്നാനായിട്ട് ഇടവരരുതേ. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിക. അങ്ങനെ എങ്ങനെ തോന്നുവാണെങ്കിൽ, തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തന്നെ ഈ അഖിലവും ഞാനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ്. അതെങ്ങനെ തോന്നാനായിട്ട് പറ്റും? ഇദ്ദേഹം ശരിക്കും ഉദ്ദേശിച്ച രീതിയിലാണ്. എന്താണ്? എല്ലാം ഒന്നാണ് അല്ലെ, ഞാനും നീയും എല്ലാം ഒന്നാണ്. നമ്മൾ കരുതുന്നത് എങ്ങനെയാണ്? നമ്മൾ കൃഷ്ണാബോധത്തിലുള്ളവർ കരുതുന്നത് എങ്ങനെയാണ്? എന്റെ ഉള്ളിലുള്ളതും എന്താണ്, നിന്റെ ഉള്ളിലുള്ളതും എല്ലാം ഒന്നാണ്, ഒരേ പരമാത്മ ചൈതന്യം തന്നെയാണെന്നാണ് കൃഷ്ണാബോധത്തിലുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്വൈതികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണ്? ഞാനും നീയും ഈ പ്രപഞ്ചവും ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായി. അപ്പൊ ഞാനെന്ന ഭാവം ഒരിക്കലും തോന്നരുത്. തോന്നുവാണെങ്കിൽ തന്നെ എന്താണ്? ഈ അഖിലം, ഈ പ്രപഞ്ചം മുഴുവനും ഈ ഈ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും എന്നിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ് എന്ന് ഹരേ കൃഷ്ണ. അപ്പം ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഇതിന്റെ അർത്ഥം വായിക്കുന്നില്ല. ഞാൻ അടുത്തത്, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമാം. എന്നാണ് അർക്കൻ? സൂര്യൻ അല്ലെ. സൂര്യൻ. അനലൻ എന്ന് പറഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ തീ. അർക്കൻ അനലൻ ആദ്യമായിട്ടുള്ള പഞ്ചഭൂതങ്ങളും അതെല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അർക്കൻ അനലൻ ആദ്യമായിട്ടുള്ളത്. അപ്പം അർക്കാനല്ലാതെ വെളിവൊക്കെ വിലസും ഒരു കണ്ണിന്നു. ഈ വെളിവൊക്കെ ആരാണ് നമുക്ക് തരുന്നത്? കണ്ണുകൊണ്ടാണ് നമുക്ക് കാണുന്നത് അല്ലെ. ഈ പഞ്ചഭൂതങ്ങളെല്ലാം നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടാണ്. അർക്കൻ അനലൻ ആദിയായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളെല്ലാം ദർശിക്കുന്നത് നമ്മൾ ഈ കാണുന്ന രണ്ട് കണ്ണുകൾ കൊണ്ടാണ്. ഈ രണ്ട് കണ്ണുകളാണോ കാണുന്നത് ശരിക്കും? അല്ല. ഈ കണ്ണ് തുറന്നിരുന്നാലും നമ്മൾ പലതും കാണാറില്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ ഈ കണ്ണ് രണ്ടും തുറന്നിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ കൂടെ പോയ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ മുന്നിൽ കൂടെ ഒരാൾ പോയാലും കാണത്തില്ല. ശരിയാണോ ഇല്ലയോ? എത്ര സമയം നമ്മളിങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ മുമ്പിൽ കൂടെ ആള് പോയോ വന്നതൊന്നും നമ്മൾ കാണുള്ളൂ. അപ്പൊ ഈ കണ്ണാണോ ശരിക്കും കാണുന്നതല്ല, മനസ്സാണ്. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന്, ഈ മനമാകുന്ന കണ്ണിനും കണ്ണായിട്ട് വേറൊരാളുണ്ട്. അതെന്താണ്? പരമാത്മാവ് അല്ലെ. കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദ വെന്ത് ഹരി നാരായണായ നമഃ. ഇത് ഹരി തന്നെയാണ് ഇതിനെല്ലാം കണ്ണായിട്ട് പ്രവർത്തിക്കുന്നത്. ഹരിയുടെ അംശമായിട്ടുള്ള പരമാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്താണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. മരിച്ചു കിടക്കുന്ന ഒരാൾ കണ്ണ് തുറന്ന് ഇരുന്നിട്ട് എന്ത് അയാൾ കാണും അല്ലെ. കണ്ണ് ജീവിച്ചിരിക്കുന്ന ആള് തന്നെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കാണണമെന്നില്ല. ആ കണ്ണിനെ കാണുന്ന മനമാകുന്ന കണ്ണാണ്. മനമാകുന്ന കണ്ണിനും കാഴ്ച കൊടുക്കുന്ന ആള്
ആ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഹരി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴുള്ള ആ ആനന്ദം എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ശ്ലോകം ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. 3ഉം 4ഉം പേജിലായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഇത് ഉള്ളവര് നോക്കുക. ഭയങ്കരമായിട്ട് നല്ലതായിട്ട് എഴുതിയ ഒരാളാണ്. ഇത് എഴുതിയ ആള് ഏതാണ്ട് ഒരു പ്രൊഫസറാണ്. ഞാൻ പറഞ്ഞാണ് ഈ ബുക്ക് ഉള്ളവര് അത് വായിച്ച് പഠിക്കുക. ജി ബാലകൃഷ്ണൻ നായരാണ് വ്യാഖ്യാനം എഴുതിയത്. ഭയങ്കരമായിട്ട് പ്രൊഫസർ അങ്ങോട്ടാണ്. അയാൾ വളരെ നല്ല രീതിയിൽ 3ഉം 4ഉം പേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതിന്റെ ഒരു സാഹിത്യമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ അതിന്റെ അർത്ഥം മാത്രം പുറമേ എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അല്ലെ. അത് ഒരുപാടുണ്ട്. അപ്പം അർക്കൻ അനലൻ എന്ന് പറയുന്ന അഗ്നി ഇതൊക്കെ മനസ്സിലാക്കുന്ന കണ്ണ്, നമ്മൾ പുറമേ കാണുന്ന കണ്ണ്, അതിനെയും കാണിക്കുന്ന കണ്ണ് മനസ്സിനെയും കാണിക്കുന്ന കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കുന്ന പരമാത്മാവ് അല്ലെ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴുണ്ടെന്ന ആനന്ദം. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ ആ ഭഗവാന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്. ഇനി രണ്ടുപേരൊന്ന് വായിക്കണം. ശ്രീരഞ്ജിനി മാതാജി. മാതാജിയെ കാണുന്നില്ല. സവിത മാതാജിക്ക് ഉണ്ടോ കയ്യില്? ഉണ്ട് പ്രഭു, വായിക്കട്ടെ. വായിക്കേ. ഹരേ കൃഷ്ണ. ആനന്ദ ചിന്മയ ഹരേ. അതാണോ പ്രഭു? അത് അർക്കാനലാദിയാണോ? അർക്കാനലാദി. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ. എന്നെയാണോ അതെ അതെ പ്രഭു? എന്നെയാണോ? അതെ അതെ അതെ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഹരേ കൃഷ്ണ. നമുക്ക് ഈ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ പരമാനന്ദം നമുക്ക് ഉണ്ടാകണം. അത് എത്ര പേർക്ക് ഈ പരമാനന്ദത്തിന്റെ അവസ്ഥ ഉണ്ടാകും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ അല്ലെ. ആ പരമാനന്ദം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തി വന്നു എന്ന് തന്നെയാണ് അർത്ഥം അല്ലെ. ഭഗവാനും ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഹൃദയം തമ്മിലുള്ള ഒരു കൈമാറ്റം, അതിനാണല്ലോ ഭക്തി എന്ന് പറയുന്നത് അല്ലെ. ആ ഹൃദയം തമ്മിൽ കൈമാറുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ഈ പരമാനന്ദ ഇതിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒരു ഭക്തിയുടെ ലെവലിലേക്ക് എത്തി എന്നുള്ളത്. നമ്മളിപ്പോഴും എന്താണ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വെറും സാധകർ മാത്രമാണ്. നമ്മൾ എന്നെ പോലെയുള്ളവർ. നിങ്ങളൊക്കെ ആ ലെവലിൽ കഴിഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ തീരുമാനിക്കുള്ളൂ. ഞാനൊരു ഭക്തനാണെന്ന് പറയാനായിട്ട് എനിക്ക് ഒരിക്കലും യാതൊരു അധികാരവുമില്ല. കാര്യം ഭക്തൻ ആരാണ് തീരുമാനിക്കുന്നത്? ഭഗവാനാണ് അല്ലേ. നമുക്ക് അതിൽ എന്തെങ്കിലും അളവുകളുണ്ടോ? നമുക്ക് ഒരു അളവ് പോലും ഇല്ല. ലക്ഷണങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ. എന്നാലും ഒരു ഭക്തൻ ആരാണ്, എങ്ങനെയാണ് ഭക്തന്റെ സ്വഭാവം, അതുപോലെ തന്നെ ഭക്തനെ എങ്ങനെ അളക്കും, ഏത് അളവ് പോലും കൊണ്ട് അളക്കും, ഭക്തി എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ ഭഗവാന് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം ഏതൊക്കെ ജന്മങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയേണ്ടതെന്നാണ് നമ്മള് ഭക്തി ഒരിക്കലും ഞാനൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് ഒരിക്കലും ആരും പറയരുത്. ഇനി ആണെങ്കിൽ തന്നെ പറയരുത്. കാര്യം എന്താണ്, നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു ഭക്തനാണെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അല്ലെ. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഭക്തനാകാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് അല്ലെ. ആ ഒരു വഴിയിൽ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ വെറും LKGയുടെ ലെവൽ പോലും എത്താത്ത ആൾക്കാരാണ് അല്ലെ. എന്തുമാത്രം വലിയ ടോപ്പിക്കുകളാണ് നമ്മളുടെ ഈ ആധ്യാത്മികത എന്നുള്ളത്. നമുക്കത് മുന്നോട്ട് പോകുന്തോറും അറിയും. ഞാനിപ്പോ സംസ്കൃതത്തിന്റെ ക്ലാസ്സിൽ കയറി. ദൈവമേ. അപ്പൊ അതിനകത്ത് ഉച്ചാരണം, നമ്മൾ ഈ പറയുന്ന ഉച്ചാരണം, ഞാനിപ്പോ 2 ആഴ്ചയായിട്ട് സംസ്കൃതത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഈ ക്ലാസ്സിലേക്കാണ് കയറുന്നത്. ഓൺലൈനിൽ തുടങ്ങിയിട്ടുണ്ട്. അക്ഷരം എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പം ഇതിലേക്ക് കയറി. അപ്പൊ അതിനകത്ത് ഒരാള് ഒരു പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ആരാണ് അതിന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര്
തൊഷ്ടാവ് അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൊഷ്ടാവ് എന്ന് പറയുന്ന ആള് ഒരു കേട്ടിട്ടുണ്ട്. ദേവനാണ്, ഇന്ദ്രന്റെ സഹോദരനാണ് തൊഷ്ടാവ്. ആ തൊഷ്ടാവ് ഒരു ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോമം നടത്തി. ആ ഹോമം നടത്തി മന്ത്രത്തിന്റെ ഉച്ചാരണം ഒന്ന് വ്യത്യാസപ്പെട്ട് പറഞ്ഞപ്പോൾ എന്താണ്, ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന, ഇന്ദ്രനെ കൊല്ലാൻ എന്നുള്ളത് മാറി ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ പുത്രന്റെ പേരെന്തായിരുന്നു? അതുപോലെ തന്നെ പ്രഭു വൃത്രാസുരനല്ലേ പ്രഭു? വൃത്രാസുരൻ. അങ്ങനെ ആ വൃത്രാസുരനെ ഇന്ദ്രൻ ഏത് ആയുധം കൊണ്ടാ വധിക്കുന്നത്? ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട്. ഏതൊരു സന്യാസിയുടെ എന്തോ അസ്ഥി കൊണ്ട് എന്തോ അല്ലേ പ്രഭു? ശമീകർഷിയുടെ അസ്ഥി വെച്ച് നട്ടല്, അതാരാ പറഞ്ഞു കൊടുത്തത്? വൃത്രാസുരനാണ് പറഞ്ഞു കൊടുത്തത് അല്ലേ? അങ്ങനെ ശമീകർഷിയുടെ നട്ടല് ഒന്ന് യാചിച്ച് അതും കൊണ്ടുണ്ടാക്കിയ ഒരു ദിവ്യ ആയുധം കൊണ്ടാണ് വൃത്രാസുരനെ വധിക്കാനുള്ള വിദ്യം പറഞ്ഞു കൊടുത്തത് വൃത്രാസുരൻ തന്നെയാണ്. പക്ഷെ വൃത്രാസുരൻ സാധാരണ ആളല്ല. യജ്ഞത്തിലല്ല ഇത് ചെയ്തപ്പം നിത്യാവത്വം, നിത്യനായിട്ടിരിക്കണം എന്നുള്ള ഇതിന് പകരം നിദ്രാവത്വം, അതാ ഉറക്കം അയക്ക് കിട്ടിയത് കുംഭകർണന്. തെറ്റിപ്പോയി, ഒരു വാക്ക് തെറ്റിയതാ. നിദ്ര എന്നുള്ളത് നിത്യ എന്നുള്ളത് നിദ്രയായിപ്പോയി. അങ്ങനെയാണോ? ഓക്കെ. അങ്ങനെയൊക്കെ വന്നെന്നാ ഞാൻ പറയുന്നത്. ഉറക്കം ചോദിച്ചു മേടിച്ചെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ്, ഉറക്കം എനിക്കറിയില്ല. ചോദിച്ചൊക്കെ അല്ലല്ല, തെറ്റിപ്പോയതാ. അതെയാ? ഹരേ കൃഷ്ണ, എന്നിരുന്നാലും ഞാൻ ലീവ് ചെയ്തോട്ടെ പ്രഭു. ശരി മാതാജി, എനിക്കും പോകേണ്ട സമയമായി. മാതാജി പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ എനിക്കും വരേണ്ടതാണ്. ഓക്കെ. ഹരേ പോലെ ഹരേ കൃഷ്ണ. പ്രഭുജി ഞാൻ ലീവ് ചെയ്യുന്നു. ശരി. ഹരേ ഹരി കൃഷ്ണ. ബോൾ. പാഞ്ചകൽപതരുപശ്ച കൃപാസന്ധ്യഭ്യശ്ച പ്രധാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വർഷം